ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദ്വാനില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫി ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമത്തൻ ബിദവാമി മുൽക്കില്ലാഹ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ് വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ് വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. بحق لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. نتوسل بالحباب والبتول المستطاب والنبي ثم الصحابة فعسى دعوى مجابا. صلى الله على صلى الله على محمد صلى الله عليه وسلم. خير خلق الله طه مثل شمس في ضحاها هذه دنيا نراها في ضياء من محمد صلى الله على محمد وسلم. صلى الله على محمد صلى الله عليه وسلم. ज़ाब्ज़ गुंबद वाले मंजूर दुआ करना जब वक्त नज़ा आए दीदार अता करना. अस्सलातु अलन नबी वस्सलामु अलर रसूल والحبيب والحبيب العربي. من قبر अंधेरी में घबराऊंगा जब तन्हा. मैं कब्र अंधेरी में घबराऊंगा जब तन्हा. इमदाद मेरे करने आ जान रसूल अल्लाह. अस्सलातु अलन नबी الشفيع الأبطاحي والحبيب العربي والحبيب العربي
والحبيب العربي. സർവാദരണീയരായ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള പണ്ഡിത വ്യക്തിത്വങ്ങൾ, ബഹുമാനപ്പെട്ട മുജീബ് ഉസ്താദ് അവറുകൾ, മൻസൂർ ഉസ്താദ് അവറുകൾ, സാലിഹ് മൊയ്നി ഉസ്താദ് അവറുകൾ തുടങ്ങി വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ബഹുവന്യരായ പണ്ഡിതന്മാർ, എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സർവാദരണീയരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും ഒരുമിച്ച് കൂടൽ പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റജബ് മാസത്തിൽ നമ്മൾ ഈ ഒരുമിച്ച് കൂടിയത് അല്ലാഹു പൊരുത്തപ്പെട്ട അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മെ എല്ലാവരെയും നാളെ സ്വർഗത്തിൽ നമ്മുടെ നേതാവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് അല്ലാഹു ഒന്നിച്ചു കൂട്ടിത്തരുമാറാകട്ടെ. നമ്മെ തൊട്ട് മൺമറഞ്ഞു പോയ ധാരാളം ആളുകളുണ്ട്. നമ്മുടെ ഉമ്മമാര്, ഉപ്പമാര്, ഉസ്താദുമാര്, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, സ്നേഹിച്ച, സഹായിച്ച, സഹകരിച്ച ധാരാളം ആളുകൾ ആറടി മണ്ണിൻ്റെ താഴെയാണ്. അല്ലാഹു അവർക്കൊക്കെ ഖബർ സന്തോഷമാക്കി നൽകുമാറാകട്ടെ. നാളെ അവരെയും നമ്മെയും ജന്നാത്തുൻ നഈമിൽ അല്ലാഹു ഒന്നിച്ചു കൂട്ടിത്തരട്ടെ. ബിഹഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ മനോഹരമായൊരു വേദിയിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹുവിൻ്റെ തവസ്സുൽ പാരായണം ചെയ്ത് അവിടുത്തെ ഉറൂസിൻ്റെ സന്തോഷകരമായ ഒന്നിച്ചു ചേരലിലാണ് മഹാന്മാരായ പണ്ഡിതന്മാരുടെയും ഹാഫിളുകളായ പരിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കാൻ പഠിക്കുന്ന, പഠനം പൂർത്തിയാക്കിയ ആളുകളുടെയും ഒക്കെ സാന്നിധ്യത്തിൽ നാം എല്ലാവരും സമ്മേളിച്ചിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ദീൻ, ആ ദീനിനെ ഇവിടെ മുറുകെ പിടിച്ച് അതിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച് അതിൻ്റെ ആശയങ്ങളെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ ഓരോ കാലഘട്ടത്തിലും പ്രബോധകരെ നിയോഗിച്ചിട്ടുണ്ട്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പ് മഹാന്മാരായ അമ്പിയാക്കളിലൂടെ ആ വലിയ ദൗത്യം ഇവിടെ നിർവഹിക്കപ്പെട്ടു. സയ്യിദുനാ ശൈഖുൽ അംബിയ, മഹാനരായ സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാം, വഅബുൽ അംബിയ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം, കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, മഹാനരായ നബിയുല്ലാഹി ഈസ അലൈഹിസ്സലാം തുടങ്ങിയ മഹാരഥന്മാരായ പ്രവാചകന്മാരെല്ലാം ലോകത്ത് വന്നതും പ്രചരിപ്പിച്ചതും പറഞ്ഞതും വഴിയും വെളിച്ചവുമായി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചതുമായ ആശയം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനയ്ക്കർഹൻ അല്ലാഹുവാണ് എന്ന മനോഹരമായ ആശയത്തെ അവതരിപ്പിക്കുകയും പഠിപ്പിക്കുകയും അതിനനുസൃതമായ ജീവിത ശൈലികളെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുകയും ചെയ്തു. മഹാന്മാരായ അമ്പിയാക്കളുടെ പ്രബോധനം ജനങ്ങൾക്ക് വെളിച്ചം നൽകാനായിരുന്നു. യുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂർ, ഫ്രം ദ ഡാർക്ക്നെസ് ടു ദ ലൈറ്റ്. പരിശുദ്ധമായ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുകയാണ്. ഹൃദയാന്തരങ്ങളിൽ ഉറച്ചുപോയ ഘനീഭവിച്ച ഇരുട്ടിൽ നിന്ന് മനുഷ്യനെ തൗഹീദിന്റെ വെളിച്ചത്തിലേക്ക് വഴി നടത്താൻ വേണ്ടിയിട്ടാണ് മഹാരഥന്മാരായ അമ്പിയാക്കളെല്ലാം വന്നത്. അവരുടെ കയ്യിലുണ്ടായിരുന്നത് ഒരാശയം മാത്രമായിരുന്നില്ല. അല്ലാഹു ആകുന്ന സൃഷ്ടാവിൽ വിശ്വസിക്കൂ, റബ്ബാകുന്ന ലോകത്തിന്റെ നിയന്ത്രിതാവായ സർവ്വലോകങ്ങളുടെയും സംവിധാനം നിർവഹിച്ചിരിക്കുന്ന റബ്ബിനെ മുറുകെ പിടിക്കൂ എന്ന ഒരു ആശയത്തെ മാത്രമല്ല അവർ ഇവിടെ പ്രകാശിപ്പിച്ചത്. ആ ആശയം ഹൃദയത്തിലെത്തുമ്പോ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചിട്ടകളെ കുറിച്ച്, നിഷ്ഠകളെ കുറിച്ച്, അവരുടെ ജീവിത ശൈലികളെ കുറിച്ചെല്ലാം അവരുടെ ജീവിതം കൊണ്ട്, അവരുടെ മാതൃകകൾ കൊണ്ട് അവതരിപ്പിക്കുകയായിരുന്നു അല്ലാഹുവിന്റെ മഹാരഥന്മാരായ അമ്പിയാക്കൾ. അമ്പിയാക്കൾക്കു ശേഷം മഹാന്മാരായ സ്വഹാബത്ത്, അവിടുന്ന് താബിഉകൾ, അവിടുന്ന് മുജ്തഹിദുകളായ ഇമാമുമാർ,
ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ദേശങ്ങളിൽ ഉദയം കൊണ്ട അല്ലാഹുവിന്റെ ഔലിയാക്കളായ സ്വാലിഹീങ്ങളായ സച്ചരിതരായ മുൻഗാമികൾ അവരിവിടെ ആ വലിയ ദൗത്യത്തെ ഏറ്റെടുത്തു. ഖിയാമത്ത് നാൾ വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മനോഹരമായ ആശയം, ആ ആശയം ഇവിടെ നിലനിൽക്കാൻ ആവശ്യമായ ഏതെല്ലാം ഇടപാടുകളുണ്ടോ അവയെല്ലാം മഹാന്മാരായ അമ്പിയാക്കളുടെ പിന്മുറക്കാരായി മഹാന്മാരായ സ്വാലിഹീങ്ങളും ഔലിയാക്കളും ആലിമീങ്ങളും ഈ സമൂഹത്തിൽ ഏറ്റെടുത്ത് അതിന്റെ പ്രബോധന പ്രവർത്തനങ്ങളെ നിർവഹിച്ച് മുന്നോട്ടു പോകുന്നു. ആ കൂട്ടത്തിൽ നമ്മുടെ രാജ്യം വായിക്കുന്ന, നമ്മുടെ സമൂഹം അറിഞ്ഞിരിക്കേണ്ട, കാലഘട്ടം മനസ്സിലാക്കേണ്ട ചരിത്രത്തിന്റെ ഉടമയാണ് ഇന്ത്യ രാജ്യത്തിന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ സമ്മാനം അതാഉർ റസൂൽ ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു. ഖാജ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പ്രസക്തമാകുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വരുന്ന കാലം പ്രതിസന്ധികളാൽ നിറഞ്ഞു നിന്ന് ഹിന്ദിലേക്കാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനരായ ഖാജ തങ്ങളെ നിയോഗിച്ചിട്ടുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പ്രബോധകന്മാരെ നിയോഗിച്ച ചരിത്രം വായിച്ചു നോക്കൂ. മദീനക്കാരായ ആളുകളെ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി അവിടേക്ക് നിയോഗിക്കപ്പെട്ടയാൾ മഹാനരായ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. മദീനക്കാരായ ആളുകളുടെ ആദരവ് പിടിച്ചു പറ്റിയ മഹാൻ. മക്ക രാജ്യത്ത് ജീവിക്കുന്ന കാലത്തു തന്നെ മക്കയിലെ ഖുറൈശികളുടെ യൂത്ത് ഐക്കണായിരുന്ന മഹാനരായ സയ്യിദുനാ മിസ്അബ് ഇബ്നു ഉമൈറിനെയാണ് മദീനയിലേക്ക് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞയച്ചത്. മഹാനരായ മുആദ് റളിയല്ലാഹു അൻഹുവിനെയാണ് ഭാഷയിൽ, ശൈലിയിൽ പ്രബോധനത്തിന്റെ മനോഹരമായ മാതൃകകൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന യുവത്വമായിരുന്ന സയ്യിദുനാ മുആദ് റളിയല്ലാഹു അൻഹുവിനെയാണ് യമനിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിലേക്ക് മഹാനരായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞയച്ചത്. അവിടെ നമുക്ക് രാജ്യത്തിന്റെ ചരിത്രത്തോട് ചേർത്ത് വായിക്കാൻ ചില വർത്തമാനങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് പേർഷ്യക്കാരനായ ഒരാൾ ഹബീബായ നബി തങ്ങളുടെ പേരക്കുട്ടിയായ ഒരാൾ അവിടുന്ന് എന്തുകൊണ്ടാണ് ഈ രാജ്യത്തേക്ക് പ്രബോധകനായി നിയോഗിക്കപ്പെട്ടത്? ആക്സിഡന്റലി അല്ലെങ്കിൽ ഏതെങ്കിലും അനുകൂലമായ സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഈ രാജ്യത്തേക്ക് വന്നയാളല്ല. ഖാജ മുഈനുദ്ദീൻ ഒരു കംഫർട്ട് സോൺ തേടി വന്നയാളല്ല. ഇവിടെ പ്രബോധനത്തിനെത്തിയാൽ ജനങ്ങളെല്ലാം എന്നെ ഉൾക്കൊള്ളുമെന്ന ആശയം അത് ഹൃദയത്തിലുണ്ടായതുകൊണ്ട് വന്നയാളല്ല. ഈ രാജ്യത്തേക്ക് വേണ്ട പ്രബോധകൻ ആരാണെന്നറിയുമായിരുന്നത് മദീനയ്ക്കാണ്. മദീന വിളിച്ചതാണ്, വരൂ അകലെ അകലെ ഹിന്ദിലേക്ക് പോകൂ, അവിടെ നിങ്ങളെ സുൽത്താനായി അവരോധിച്ചുവെന്ന് മദീനയിൽ നിന്നുള്ള സന്ദേശം വരികയാണ്. അതിൻ്റെ ബാക്കിയായി രാജ്യത്തേക്ക് വന്ന നേതാവാണ് സയ്യിദുനാ സുൽത്താനുൽ ഹിന്ദ് ഖാജ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ ഈ രാജ്യത്തേക്ക് വരുമ്പോ ഈ രാജ്യത്തെ ജനങ്ങൾ വ്യത്യസ്തങ്ങളായ തട്ടുകളായി പകുത്തുവെച്ചവരാണ്. ആഢ്യത്വത്തിന്റെ പേരിൽ, കുലമഹിമയുടെ പേരിൽ, അതുപോലെ വ്യത്യസ്തങ്ങളായ ജാതികളുടെ പേരിൽ, നിറങ്ങളുടെ പേരിൽ, വിവിധങ്ങളായ താല്പര്യങ്ങളുടെ പേരിൽ മനുഷ്യരെ പകുത്തുവെച്ച കാലമാണ്. കണ്ടാൽ വഴി നടക്കാൻ പോലും ആളുകൾ മറ്റൊരു മനുഷ്യന്റെ മുന്നിൽ അവന്റെ ജാതിയുടെ പേരിൽ അറച്ചു നിന്ന കാലമാണ്. ഞങ്ങൾ ഉയർന്നവരാണെന്ന ചിന്തയുള്ള കാലമാണ്. ആഢ്യന്മാരായ മനുഷ്യരുടെ മുന്നിലെത്തിയാൽ സാധുക്കളായ മനുഷ്യൻ അവന്റെ നട്ടെല്ല് വളച്ചു കുനിയേണ്ട കാലം. അവന് വഴി നടക്കാനും അവന് കഴിക്കാനും ഉടുക്കാനുമില്ലാത്ത കാലം. കൊയ്തെടുക്കുന്നതെല്ലാം പാടങ്ങളിൽ നിന്ന് കിട്ടുന്ന വിളവുകളെല്ലാം അതിൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ക്വാളിറ്റികൾ
അവിടെയുള്ള ഉന്നതരായ മനുഷ്യരുടെ മടകളിൽ ഏൽപ്പിക്കേണ്ട കാലം, കുഴികുത്തിയിട്ട് ജനങ്ങൾ ഭക്ഷിക്കുന്ന കാലം, എല്ലാ നിലയിലും ജനങ്ങളിൽ വേർതിരിവുകളുള്ള കാലത്താണ് ഇന്ത്യയിലേക്കൊരു പ്രബോധകൻ വരുന്നത്. ഖാജാ മൊയ്നുദ്ദീൻ, ഖാജാ മൊയ്നുദ്ദീൻ. വെറുതെ ഒരു പ്രബോധകൻ വന്നതല്ല, അള്ളാഹുവിൻ്റെ ദീന് പറയാൻ ഇവിടെ ആളുകൾ പലരും വന്നിട്ടില്ലേ? മഹാന്മാരായ മാലിക് ഇബ്നു ദീനാർ തങ്ങളുടെ സംഘം ഹബീബായ നബി തങ്ങളുടെ കാലത്തു തന്നെ നമ്മുടെ നാടുകളിൽ കപ്പലിറങ്ങിയിട്ടില്ലേ? മഹാന്മാരായ സ്വഹാബിമാരിൽ നിന്ന് ചിലർ അതിനു മുമ്പേ നമ്മുടെ നാടുകളിൽ എത്തിച്ചേർന്നിട്ടില്ലേ? അവരുടെ ജീവിതമെല്ലാം ദീനിന് മാറ്റിവെച്ചു. വജാദൂ ബിഅംവാലിൻ വബാഉ نفوسهم لدين الهدى. അലറി വിളിക്കുന്ന തിരമാലകളോട് മല്ലടിച്ച് ലോകത്തിന്റെ വിവിധങ്ങളായ ഇടങ്ങളിൽ അള്ളാഹുവിൻ്റെ ദീനു പറയാൻ അവരെത്തിച്ചേർന്നില്ലേ? അങ്ങനെ ഉത്തരേന്ത്യയിലും വന്ന മഹാരഥന്മാരുണ്ട്. ഖാജാ തങ്ങൾക്ക് മുമ്പെയും പ്രബോധകന്മാരവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ സാമൂഹിക അന്തരീക്ഷം അറിയുമ്പോ, ആ നാട്ടിലെ ജനങ്ങളുടെ അവസ്ഥ അറിയുമ്പോ, ജനങ്ങളെ പകുത്തുവെച്ച ഭരണാധികാരികളുടെ നടുത്തളത്തിൽ മാനവികതയുടെ പാട്ടുപാടി വരികയാണ് ഖാജാ മൊയ്നുദ്ദീൻ റളിയല്ലാഹു അൻഹു. സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. മഹാനരായ മൂസാ നബി അലൈഹിസ്സലാം ചരിത്രത്തിൽ വളരെയേറെ സാമ്യത, ചരിത്രം വായിക്കുമ്പോൾ ഖാജാ തങ്ങളുടെ ചരിത്രവും മഹാനരായ സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രവും തമ്മിൽ കാണാം. അങ്ങനെയാണല്ലോ ഔലിയാക്കളുടെ വഴികളെല്ലാം മഹാരഥന്മാരായ പ്രവാചകന്മാരുടെ വഴികളാണ്. എല്ലാ ഒലികളും ഓരോ നബി വഴി, ഞാനെൻ്റെ സീബാവ കാൽവഴി എന്നോവർ ചൊല്ല് യാ മുഹിയദ്ദീനി. മഹാനരായ മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ പറഞ്ഞു, എല്ലാ ഔലിയാക്കളും ഓരോ നബിമാരുടെ വഴിയിലാണ്. ഞാൻ എൻ്റെ വല്യുപ്പയായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഴിയിലാണ്. മഹാനരായ ഖാജാ മൊയ്നുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു ഇന്ത്യയിലേക്ക് വരുന്ന കാലം നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങൾ വിവിധ തട്ടുകളാണ്. നമ്മുടെ നാട് കഴിഞ്ഞ ഒരു 100 കൊല്ലങ്ങൾക്ക് മുമ്പേ ഈ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. മനുഷ്യരെ വിവിധങ്ങളായ വർണ്ണങ്ങളുടെ പേരിൽ പകുത്തുവെച്ച ചരിത്രം കേരളത്തിന്റെ ചരിത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് വായിക്കാനുണ്ട്. മഹാനരായ മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് നിയോഗിതനാകുമ്പോ ഫറോവയുടെ കൊട്ടാരത്തിൽ മഹാന്മാരായ മുൻഗാമികളുടെ ചരിത്രവും പാരമ്പര്യവുമുള്ള ഇസ്രായേലികൾക്ക് ആ നാട്ടിലെ മൃഗങ്ങളെക്കാൾ, ആ നാട്ടിലെ നാൽക്കാലികളെക്കാൾ താഴെയുള്ള സ്ഥാനമായിരുന്നു. ഖിബ്തികളായ കോപ്റ്റിക് വംശജരായ ഫറോവയുടെ കൂടെ ജീവിച്ച ആളുകൾ, അവരുടെ വംശം മഹാനരായ സയ്യിദുനാ നബിയുല്ലാഹി യഅഖൂബ് നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരെ, അവരുടെ മക്കളെ, പേരമക്കളെ, തുടർന്നു വന്ന അവരുടെ ജനതയെ അടിമകളായി കണ്ടിരുന്ന കാലത്താണ് അവരുടെ വിമോചനത്തിന്റെ ശബ്ദവും ഏറ്റെടുത്തുകൊണ്ട് സയ്യിദുനാ നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാമിനെ അല്ലാഹു നിയോഗിച്ചതെന്ന് സൂറത്തുൽ ഖസസ് ആദ്യ വചനങ്ങൾ പറയുന്നത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കുമ്പോൾ ആ ജനതയെ ഉയർത്തുക, അപ്ലിഫ്റ്റ് ചെയ്യുക, അവരുടെ സാമൂഹിക അന്തരീക്ഷത്തെ മാറ്റിയെടുക്കുക എന്ന വലിയ ഉത്തരവാദിത്തം മഹാനരായ സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാമിനുണ്ടായിരുന്നു. ആ കാലങ്ങൾ ആലോചിച്ചു നോക്കൂ. യുദബ്ബിഹൂന അബ്നാഅകും വയസ്തഹയൂന നിസാഅകും വഫീ ദാലികും ബലാഉം മിർ റബ്ബികും അദീം.
ആണായ കുഞ്ഞു പിറന്നെന്നറിഞ്ഞാൽ കൊല്ലാൻ ഉത്തരവിട്ട ഫറോവ തന്റെ അധികാരത്തിനിളക്കം തട്ടുമെന്ന് പേടിച്ച് ഇസ്രായേലിൽ നിന്ന് പിറക്കാനുള്ള കുഞ്ഞുങ്ങളെല്ലാം ചെറുപ്പത്തിലെ കൊന്നുകളഞ്ഞ ഫറോവ, ആൺമക്കളെ കൊന്നുകളയുകയും സ്ത്രീകളെ ബാക്കിയാക്കുകയും ചെയ്ത ഫറോവ അവന്റെ കാലത്താണ് പിറന്നത് സയ്യിദുനാ നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം. അതിന്റെ തനിപ്പകർപ്പല്ലയോ വിവിധങ്ങളായ ലോകരാജ്യങ്ങളിൽ നിന്ന് നോക്കൂ. ഫലസ്തീനിന്റെ മണ്ണിൽ കുഞ്ഞോമന മക്കളെ കൊന്നുകൊണ്ട് ഇസ്രായേൽ കാണുന്ന സ്വപ്നം എന്താണ്? കാലാകാലം ബൈത്തുൽ മുഖദ്ദസിന്റെ അധികാരമല്ലയോ? അവിടെയുള്ള കുഞ്ഞോമന മക്കളുടെ കബന്ധങ്ങളുടെ മേലെ ഇരുന്നു കൊണ്ട് ഫലസ്തീനിൽ നിന്ന് ഇനിയൊരു കുഞ്ഞും പിറക്കാതെ, അല്ലെങ്കിൽ കുഞ്ഞു പിറന്നാൽ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് എല്ലാ കാലവും അധികാരത്തിലിരിക്കാമെന്ന വ്യാമോഹമല്ലയോ? ഖുർആൻ മറുപടി പറഞ്ഞു തരുന്നില്ലയോ? ഫറോവയുണ്ടായിരുന്നല്ലോ. യുദബ്ബിഹൂന അബ്നാഅകും വയസ്തഹിയൂന നിസാഅകും. അല്ലാഹുവിന്റെ മഹാരഥന്മാരായ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെ സന്താന പരമ്പരകളിൽ നിന്ന് പിറക്കുന്ന ആൺകുഞ്ഞുങ്ങളെ മുഴുവനും കൊന്നുകളഞ്ഞ് തന്റെ അധികാരം നിലനിർത്താൻ ആഗ്രഹിച്ച ഫറോവയുണ്ടായിരുന്നല്ലോ. ചരിത്രത്തിൽ അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് അയാൾ എവിടെയാണ്? അകലെ അകലെ കൈറോയുടെ മണ്ണിൽ ലോകം മുഴുവനുമുള്ള മനുഷ്യർക്ക് കാഴ്ച വസ്തുവാക്കി ബാക്കി വെച്ചില്ലയോ? അല്ലാഹു റബ്ബുൽ ആലമീൻ. ചരിത്രത്തിൽ അങ്ങനെ ചില ആളുകൾക്ക് ചില സ്വപ്നങ്ങളുണ്ട്. ഫലസ്തീനിന്റെ മണ്ണിലെ കുഞ്ഞോമന മക്കളൊക്കെയും കൊന്നു തീർന്നാൽ പിന്നെ ഞങ്ങളോടാരും പോരാടാൻ വരില്ലെന്ന ചിന്തയുണ്ട്. എന്നാൽ ചരിത്രം അങ്ങനെയല്ലെന്ന് അടിവരയിട്ട് പറഞ്ഞു തരുന്നു ഖുർആൻ. ഫറോവ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? തന്റെ അധികാരം നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയം. അതേ ഭയം അന്ന് ഇന്ത്യയിൽ നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന പലർക്കും ഉണ്ടായിരുന്നു. ഇന്നത്തെ നമ്മുടെ അതിർത്തികളുടെ ഉള്ളിൽ ഒതുങ്ങുന്ന രാജ്യമല്ല. വിശാലമായി 3, 4, 5 രാഷ്ട്രങ്ങൾ ഒന്നു ചേരുന്ന ഏഷ്യയുടെ വലിയ ഒരു ഭാഗത്തെ തന്നെ നിയന്ത്രിച്ചിരുന്ന മനുഷ്യരിൽ പലരും ജ്യോതിഷിമാരിൽ നിന്നറിഞ്ഞിരുന്നു, അകലെ നിന്നൊരാൾ ഈ രാജ്യത്തേക്ക് വരാനുണ്ട്. അവര് നിങ്ങളുടെ അധികാരത്തെ ചോദ്യം ചെയ്യുക, അവർ നിങ്ങളുടെ അധികാരത്തെ ഇളക്കിക്കളയുന്നവരാണ്. മൂസാ നബി അലൈഹിസ്സലാം പിറക്കുമെന്നറിഞ്ഞപ്പോ ഫറോവ വെപ്രാളപ്പെട്ടതുപോലെ, പാനിക്കായതുപോലെ അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന ആളുകളുടെ ഉള്ളിലും തങ്ങളുടെ അധികാരം നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഒരു ഭയം അവരുടെ ഹൃദയാന്തരങ്ങളിൽ ഉണ്ടായിരുന്നു. അവരുടെ ഹൃദയങ്ങളിൽ ആ പേടി വന്നപ്പോ പറഞ്ഞു, രാജ്യത്തിന്റെ അതിർത്തികളൊക്കെയും അടച്ചേക്കുക, ഇങ്ങോട്ടൊരാളെയും കടത്തിവിടേണ്ടതില്ല. ഈ രാജ്യത്തേക്കൊരാളെയും കടത്തിവിടരുത്. അന്യദേശത്തു നിന്ന് വരുന്ന പലരും ഈ രാജ്യത്തേക്ക് കുടിയേറിയിട്ട് നമ്മെ തകർക്കാനുള്ള പദ്ധതിയാണ്. ഒരാൾക്കും ഇവിടെ അവസരം നൽകാൻ പാടില്ല. രാജ്യത്തിന്റെ അതിർത്തികളെല്ലാം അടഞ്ഞുപോയി. ഒരാൾക്ക് പോലും പ്രവേശിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ രാജ്യത്തിന്റെ അതിർത്തികളൊക്കെയും അടച്ചിട്ടിട്ട് തങ്ങളുടെ അധികാരം എക്കാലവും നിലനിൽക്കുമെന്ന് ആഗ്രഹിച്ച നേരത്താണ് തങ്ങൾ പൂട്ടിയിട്ട വാതിലുകൾ തുറന്ന് മദീനയുടെ ദൂതൻ ഈ രാജ്യത്തേക്ക് വരുന്നത്. ഖാജാ മുഈനുദ്ദീൻ റളിയല്ലാഹു അൻഹു അവർ ഈ രാജ്യത്തേക്ക് വന്ന് ചെയ്യുന്നത് എന്താണ്? നിങ്ങളൊന്ന് മാറി നിൽക്കൂ, നിങ്ങൾ എൻ്റെ ജാതിയിൽ പെട്ടയാളല്ല, നിങ്ങളുടെ വർണ്ണം എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നയാളല്ല, നിങ്ങളും ഞാനും തമ്മിൽ ജനനത്തിൽ എന്തോ പ്രശ്നമുണ്ട്, നിങ്ങളിൽ മഹത്വമില്ല, ഞാൻ മഹത്വമുടയവനാണ്, ഞാൻ ആര്യനാണ്, എൻ്റെ ശരീരത്തോടുന്ന രക്തം അത് നല്ല പ്യൂരിറ്റിയുള്ള രക്തമാണ്, നമ്മൾ തമ്മിൽ സമമാവുകയില്ല. പരസ്പരം മാറ്റി നിർത്തിയ വലിയ സമൂഹത്തിന്റെ നടുവിൽ യാ അയ്യുഹൽ നാസ്, യാ അയ്യുഹൻ നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ. ഓ മനുഷ്യരേ,
ഹിറാ ഗുഹയിൽ അവതരിച്ച മാനവികതയുടെ മഹത്വപൂർണമായ കാവ്യം ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണിൽ ഖാജാ തങ്ങളിലൂടെ പെയ്തിറങ്ങുകയാണ്. ഓ മനുഷ്യരെ, നമ്മളൊരു ഉമ്മയുടെയും ഉപ്പയുടെയും മക്കളല്ലയോ? നമ്മളൊരു വാപ്പയുടെയും ഉമ്മയുടെയും സന്താനങ്ങളല്ലയോ? നമുക്കിടയിൽ എന്താണ് വേർതിരിവുള്ളത്? നമുക്കിടയിൽ വേർതിരിവുകളില്ല. നമ്മുടെ നിറമോ മണമോ ജാതിയോ തൊഴിലോ നമുക്കിടയിലുള്ള വേർതിരിവുകളല്ല. അത് വേർതിരിക്കാനുള്ള സാഹചര്യമല്ല വരൂ. അന്ന് വരെ ഈ രാജ്യം കേട്ടിട്ടില്ലാത്ത മാനവികതയുടെ ഒരുമയുടെ പാട്ട് അജ്മീറിന്റെ മാമലയിൽ നിന്ന് രാജ്യത്തേക്ക് ഒഴുകുകയാണ്. വരൂ വരൂ. നിങ്ങൾ ആരാണ് അധമന്മാരാണെന്ന് പറഞ്ഞത്? നിങ്ങൾ ആരാ വഴിമാറി നടക്കണമെന്ന് പറഞ്ഞത്? നിങ്ങൾ ആരാ മോശപ്പെട്ടവരാണെന്ന് പറഞ്ഞത്? അങ്ങനെയല്ലല്ലോ. നമ്മളൊരു ഉമ്മയുടെയും ഉപ്പയുടെയും സന്താനങ്ങളല്ലയോ? നമ്മളൊരു വാപ്പയുടെയും ഉമ്മയുടെയും മക്കളല്ലയോ? വേർതിരിഞ്ഞ് പിറന്നുപോയെങ്കിലും നമ്മൾ ഒന്നല്ലയോ? ഇവിടെ വേർതിരിവുകളില്ല. നിങ്ങളെ ആട്ടി ഓടിക്കുന്ന രാജസദസ്സുകളല്ല, നിങ്ങളെ മാറ്റി നിർത്തുന്ന പണ്ഡിതന്മാരല്ല, നിങ്ങളെ എവിടേക്കെങ്കിലും തള്ളി മാറ്റുന്ന സംവിധാനങ്ങളല്ല. വരൂ. സുന്ദരനായ അറബിയായ പേർഷ്യക്കാരനായ ഏത് രക്തത്തിന്റെ മഹിമയാണോ അവരെ മാറ്റി നിർത്താൻ ഇവിടെയുള്ളവർ പറഞ്ഞത്? അതേ ദേശത്ത് പിറന്ന ഒറിജിനൽ പേർഷ്യക്കാരൻ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടി വരികയാണ്. വരൂ, നിങ്ങൾ എന്നിലേക്ക് വരൂ, വേണ്ടതു തരാം. വിശക്കാണോ? ഭക്ഷണം തരാം. കണ്ണീര് തുടച്ചു തരാം. സങ്കടങ്ങളാണോ? നിവാരണങ്ങൾ തരാം. ഈ രാജ്യത്തിന്റെ ഹൃദയത്തെ ഒന്നടങ്കം തന്റെ കൈകളിലെടുത്ത് അമ്മാനമാടുകയാണ്. പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ച മാനവികതയുടെ മഹത്വപൂർണമായ സന്ദേശങ്ങളുമായി ഖാജാ മുഈനുദ്ദീൻ ഗരീബ് നവാസ് വിശന്നു വലഞ്ഞോടി ചെല്ലുന്ന പാവങ്ങളെ മാറ്റിയിരുത്തുകയല്ല, അരികിലിരുന്നോ, കഴിച്ചോ, ഭക്ഷണം കഴിച്ചു വയറു നിറഞ്ഞ് പ്രയാസം അകറ്റിപ്പോകുന്ന നേരം പുന്നാര റസൂലിന്റെ മുത്തായ പേരമകന്റെ കൈ പിടിച്ചു മുത്തി അവരുടെ ശരീരത്തേക്ക് ചേർന്ന് നിൽക്കുന്നതാരാണ്? കണ്ടാൽ മാറി നിൽക്കണമെന്ന് പറഞ്ഞവൻ, വഴി നടക്കാൻ അവകാശമില്ലാത്തവൻ, അതേ അറിയാതെങ്കിലും ദൃഷ്ടിയിൽപ്പെട്ടാൽ അത് ശകുനമാണെന്ന് പറഞ്ഞവൻ, വഴി മാറ്റി നിർത്തിയ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളെല്ലാം മദീനയുടെ താഴ്വാരത്തു നിന്ന് ഇന്ത്യക്ക് നൽകിയ സമ്മാനത്തെ ആസ്വദിക്കുകയാണ്. ഈ രാജ്യത്തിന്റെ ഹൃദയാന്തരങ്ങളിൽ ഹിദായത്തിന്റെ വെളിച്ചമേകിയ ഇന്ത്യ രാജ്യം കണ്ട തുല്യമായ ജീവിതമേ ഖാജാ. ലക്ഷോപലക്ഷം വരുന്ന മനുഷ്യരുടെ ഹൃദയാന്തരങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വെളിച്ചം കൊളുത്തിവെച്ച നാമമേ ഖാജാ മുഈനുദ്ദീൻ റളിയല്ലാഹു അൻഹു. ചൊല്ല് ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹുവിന്റെ ഇടയിൽ ഒരു വേർതിരിവും ഉണ്ടായിരുന്നില്ല. സകല മനുഷ്യരും, അതാണ് ഞാൻ പറഞ്ഞത്, അന്നത്തെ പൊളിറ്റിക്സ്, അന്നത്തെ സാമൂഹിക അന്തരീക്ഷം, അന്നത്തെ ജോഗ്രഫി, ഇതെല്ലാം കൃത്യമായി അവലോകനം ചെയ്തുകൊണ്ടാണ് ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹുവിനെ ഇന്ത്യയിലേക്ക് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞയച്ചത്. ഇവിടെ വേണ്ടത് അതായിരുന്നു. സകല മനുഷ്യരെയും ചേർത്ത് വെക്കുന്ന ഒരാൾ, ഒരേ പാത്രത്തിൽ വെന്ത ഭക്ഷണം ഈ രാജ്യത്തെ എല്ലാ മനുഷ്യരും കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് അന്നത്തെ കാലത്ത് ഉൾക്കൊള്ളാൻ പറ്റുമായിരുന്നില്ല. അന്നത്തെ കാലത്ത് ഉൾക്കൊള്ളാൻ പറ്റുമായിരുന്നില്ല. ഒരേ പാത്രത്തിൽ വെന്ത ഭക്ഷണം സമൂഹത്തിൽ എല്ലാവരും കഴിക്കുക. നമ്മുടെയൊക്കെ നാടുകളിൽ ഇലയിൽ ഭക്ഷണം കഴിക്കുന്ന ശൈലി എങ്ങനെ വന്നു എന്ന് ചരിത്രമൊന്ന് പരിധിയാൽ മനസ്സിലാകും.
ഇലയിൽ ഭക്ഷണം കഴിക്കുന്ന ശൈലി നമ്മുടെയൊക്കെ നാടുകളിൽ എങ്ങനെ വന്നു എന്ന് നമ്മൾ ചരിത്രം പരിധിയാൽ മനസ്സിലാകും. ഇലയിൽ ഭക്ഷണം കൊടുക്കാനുള്ള കാരണം, ഒരു സദ്യക്ക് വിളിക്കുമ്പോൾ ഒരു നാട്ടിലെ എല്ലാ ആളുകളും ഉണ്ടാവും. അവർക്ക് നമ്മുടെ വീട്ടിലെ പാത്രങ്ങൾ എടുത്തു കൊടുത്തിട്ട് അതിൽ ഭക്ഷണം കഴിച്ചത് അശുദ്ധാകണ്ട, ഇലയാകുമ്പോൾ അതെന്ത് ചെയ്തോളൂ, എടുത്ത് കളയുമല്ലോ. പല ഹോട്ടലുകളിലും, പ്രത്യേകിച്ച് തമിഴ്നാടിന്റെ ഭാഗങ്ങളിലൊക്കെ പല ഹോട്ടലുകളിലും നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ ചെന്നാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും, കഴിച്ചു കഴിഞ്ഞാൽ ഇല എടുത്തിട്ട് കളയണം. ഇലയിൽ ഭക്ഷണം കൊടുക്കുന്ന, ചിരട്ടയിൽ വെള്ളം കൊടുക്കുന്ന, കുഴികുത്തി ഭക്ഷണം കൊടുക്കുന്ന ഈ ശൈലി ശാസ്ത്രമൊക്കെ ഉണ്ടായത് ഈ രാജ്യത്ത് ഒരുപാട് കാലം നിലനിന്നിരുന്ന വംശീയതയുടെ, വർണ്ണത്തിന്റെ പേരിലുള്ള വ്യത്യാസങ്ങളുടെ പേരിലാണ്. അവിടെയാണ് ഒരു പാത്രത്തിൽ വെന്ത ഭക്ഷണം എല്ലാ മനുഷ്യർക്കും കൊടുക്കുന്നു. അജ്മീറിലെ ഷെയ്ഖ് അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടി ഭക്ഷണം കഴിക്കുന്നതും അവരോടൊപ്പമാണ്, ജീവിക്കുന്നതും അവരോടൊപ്പമാണ്. ഒരു വ്യത്യാസമില്ല. ആദ്യം ജനങ്ങൾ അത്ഭുതപ്പെട്ടു, രണ്ടാമത് അവർ ആ വിശ്വാസത്തിലേക്ക് ഒഴുകിച്ചെന്നു. ഞങ്ങളെ കൂടി അങ്ങയുടെ മാർഗത്തിൽ ഒന്ന് കൂട്ടിത്തരുമോ? ഒരു തുള്ളി ചോര വീഴ്ത്താതെ 96 ലക്ഷം മനുഷ്യരുടെ ഹൃദയത്തിൽ ഹിദായത്ത് കൊടുത്ത പേരാണ് സയ്യിദുനാ സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു. 96 ലക്ഷം മനുഷ്യർ ബഹുമാനപ്പെട്ടവരിലൂടെ ഇസ്ലാം സ്വീകരിച്ചു. അവിടുത്തെ ശിഷ്യ പരമ്പരകളിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചത് വീണ്ടും കോടാനകോടി മനുഷ്യർ. ഓരോരുത്തരുടെയും ചരിത്രം വ്യത്യസ്തമാണ്. ഈ രാജ്യത്തിന്റെ അങ്ങേ തല മുതൽ ഇങ്ങേ തല വരെ നീണ്ടുകിടക്കുന്ന ഖാജാ തങ്ങളുടെ ശിഷ്യ പരമ്പരയിൽപ്പെട്ടവരാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഫരീദുദ്ദീൻ. ഫരീദാബാദ് ബഹുമാനപ്പെട്ടവരുടെ പേരിലുള്ള നാമധേയത്തിലുള്ള നഗരമാണ്. ഷെയ്ഖ് ഫരീദുദ്ദീന്റെ ചരിത്രം നമ്മൾ വായിക്കേണ്ടവരാണ്. ഖാജാ തങ്ങളുടെ ചരിത്രം നമ്മൾ ഈ കാലത്ത് പറയേണ്ടവരാണ്. ഇന്ത്യ രാജ്യത്തെ ഒരു ഇസ്ലാമിക പ്രബോധകന് വാളെടുക്കേണ്ട ആവശ്യമില്ല. ഖാജാ തങ്ങളുടെ ചരിത്രം തെളിവാണ്. ഇന്ത്യ രാജ്യത്തെ ഒരു ഇസ്ലാമിക പ്രബോധകന് തീവ്രവാദത്തിന്റെയോ ഭീകരവാദത്തിന്റെയോ ദർശനങ്ങളെ കൂട്ടുപിടിക്കേണ്ട ആവശ്യമില്ല. സ്നേഹം കൊണ്ട് ഈ രാജ്യത്തെ അള്ളാഹുവിന്റെ മതത്തിലേക്ക് മുന്നടത്തിയ ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളാണ് ഇന്ത്യയുടെ സുൽത്താൻ. ഈ രാജ്യത്തെ എല്ലാവർക്കും, പ്രത്യേകിച്ച് പ്രബോധകർക്കും പഠിക്കാനുള്ള പാഠമാണ് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഏതെങ്കിലും ഒരു തീവ്ര ആശയങ്ങളുടെ പിന്നാലെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. മറിച്ച് ലക്ഷക്കണക്കിന് മനുഷ്യരെ സ്നേഹം കൊണ്ട്, സന്തോഷം കൊണ്ട്, വിശപ്പകറ്റി കാരുണ്യം പകർന്ന് അള്ളാഹുവിന്റെ ദീനിലേക്ക് കൊണ്ടുവന്ന ഒരു നേതാവിന്റെ ചരിത്രം ഇവിടെ ബാക്കിയുണ്ട്. അള്ളാഹു അറിയാനും പഠിക്കാനും ഒക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് മുഈനികൾ, ഇത് ജാമിഅ മുഈനിയയാണ്. മുഈനികൾ ഇന്ന് ഉത്തരേന്ത്യയുടെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ വിശാലമായ ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഖാജാ തങ്ങളെ പ്രചരിപ്പിക്കാൻ, ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തെ പ്രസരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. നമ്മുടെ നാടുകളിൽ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഔലിയ സയ്യിദുനാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ അവദാനങ്ങൾ എങ്ങനെയാണ് പരന്നത്? അത് ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ മുഹയ്യിദ്ദീൻ മാലയിലൂടെയാണ്. മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അറിയാമെങ്കിലും ഇത്രയേറെ സമൂഹത്തിന്റെ ഇടയിലേക്ക് മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ അവദാനങ്ങൾ ചെന്നുചേരാനുള്ള കാരണമായത് അല്ലാഹ് തീരൂഫീരും തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ ആലം ഓടയവൻ ഏകൽ അരുളാലേ ആയേ മുഹമ്മദ വർഗീല ആണോവർ യാ മുഹീനി യാ മുഹയ്യിദ്ദീൻ ജീലാനി. നമ്മുടെ തലമുറകളിലേക്ക് സയ്യിദുനാ മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങളെ കൊളുത്തിവെച്ചത് മഹാനരായ ഖാദി മുഹമ്മദ് തങ്ങളുടെ മുഹയ്യിദ്ദീൻ മാലയാണ്. അതുപോലെ നമുക്കുള്ള ദൗത്യമാണ് പുതിയ കാലത്ത് പ്രയാസങ്ങളുടെ, പ്രതിസന്ധികളുടെ, എല്ലാ തരത്തിലുമുള്ള വ്യത്യസ്തങ്ങളായ മേഖലകളിൽ നിന്നുള്ള വിവിധങ്ങളായ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന ഉമ്മത്തിലേക്ക് ഖാജാ തങ്ങളുടെ ചരിത്രം പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. കാരണം അവർ ഇന്ത്യയിലേക്ക് വരുമ്പോ സാഹചര്യങ്ങളൊന്നും അവർക്ക് അനുകൂലമായിരുന്നില്ല. കൂടെ ചേർത്തു നിർത്താൻ ആളുകൾ ഉണ്ടായിരുന്നില്ല. അള്ളാഹുവിന്റെ
മതം പ്രബോധനം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ അവരുടെ മുന്നിൽ തുറന്നു കിടക്കുകയായിരുന്നില്ല. പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് തന്നെയാണ് ദീനിനെ പ്രബോധനം ചെയ്തത്. അവരുടെ ഓർമ്മകൾ നമുക്ക് നൽകുന്ന ഊർജം എത്രയോ വലുതാണ്. പരിശുദ്ധ ഖുർആൻ മറിക്കോ, മഹാന്മാരായ മുൻഗാമികളായ സാലിഹീങ്ങളുടെ ചരിത്രം നമ്മുടെ മുന്നിൽ തുറന്നു കിടക്കുകയാണ്. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ട് ചരിത്രത്തിൽ കഴിഞ്ഞുപോയ മഹാരഥന്മാരായ പ്രവാചകന്മാർ അവര് നേരിട്ട പ്രതിസന്ധികളുടെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ എത്രയോ അല്ലാഹുവിന്റെ ദീന മുറുകെ പിടിച്ച മുൻഗാമികളുടെ ചരിത്രം പറഞ്ഞതെന്തിനാണ്? ആ വഴിയിൽ നമ്മൾ മുന്നോട്ട് ഗമിക്കുമ്പോ പ്രതിസന്ധികളുടെ പ്രയാസങ്ങളുടെ പർവ്വം നമ്മെ തേടി വരുമ്പോ അതിനെ എങ്ങനെ തരണം ചെയ്യണമെന്ന് നമ്മെ പഠിപ്പിക്കാനാണ്. ഖാജാ മുഈനുദ്ദീൻ ചിശ്തി തങ്ങളുടെ ചരിത്രം നമ്മൾ പറയുന്നത് എന്തിനാണ്? അതിൽ നിന്ന് നമുക്ക് പാഠങ്ങൾ ഉൾക്കൊള്ളാനാണ്. വളരെ ചെറുപ്പത്തിലേ അവിടുത്തെ വന്യരായ പിതാവ് ലോകത്തോട് വിട പറഞ്ഞുപോയി. അവിടുത്തെ പ്രിയപ്പെട്ട മാതാവ് വിട പറഞ്ഞുപോയി. അവരിൽ നിന്ന് അനന്തരമായി കിട്ടിയ ഒരു തോട്ടമാണ് കയ്യിലുണ്ടായിരുന്നത്. അത് പരിചരിച്ചുകൊണ്ട് ജീവിക്കുന്നതിന്റെ ഇടയിലാണ് ആ തോട്ടത്തിലേക്ക് ഒരാൾ കടന്നു വരുന്നത്. ആ തോട്ടത്തിന്റെ ഒരു മൂലയിൽ ഫഖീറായ ഒരു മനുഷ്യൻ വന്നിരിക്കുന്നത്. ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹുവിന് അനന്തരമായി കിട്ടിയ തോട്ടം, ഉമ്മയിൽ നിന്ന് വാപ്പയിൽ നിന്ന് അനന്തരമായി കിട്ടിയത്. ആ തോട്ടത്തിന്റെ ഒരു ഭാഗത്തേക്ക് ഒരിക്കൽ ഫഖീറായ ഒരു മനുഷ്യൻ വന്നിരുന്നു. അദ്ദേഹം വന്ന ഉടനെ ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾ എന്ന ചെറിയ മകൻ അവരുടെ അരികിലേക്ക് ചെല്ലുകയാണ്. ആവശ്യം എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് ഏതെങ്കിലും സഹായം വേണോ? പറഞ്ഞോ. അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഇബ്രാഹിമുൽ ഖന്ദൂസി റളിയല്ലാഹു അൻഹു ആണ് ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളുടെ തോട്ടത്തിലേക്ക് വന്നയാൾ. അവിടുത്തേക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. നല്ല അദബോടെ സേവനം ചെയ്തു. അവിടുത്തെ മാതാവും പിതാവും അവരെ പഠിപ്പിച്ച ശൈലി എങ്ങനെയാണ്? ഇസ്ലാമിന്റെ ശൈലി ശാസ്ത്രം എങ്ങനെയാണ്? നമ്മുടെ വീട്ടിലേക്ക് വരുന്ന അതിഥികളോടുള്ള പെരുമാറ്റത്തിന്റെ ശൈലി എങ്ങനെയാണ്? അവർക്ക് ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ താല്പര്യപ്പെടുകയാണ്. ഇസ്ലാമിക് കൾച്ചർ നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് അന്യമാകുന്ന കാലമാണ്. നമ്മുടെ മക്കൾ ആ കൾച്ചറിൽ നിന്ന് ഓടി മറയുന്ന കാലമാണ്. അവിടെയാണ് ചെറിയ കുട്ടിയായിരിക്കുമ്പോഴും അകലെ നിന്ന് വന്ന മനുഷ്യന്റെ വിശപ്പകറ്റാൻ, പ്രയാസമകറ്റാൻ അവരുടെ അരികിലേക്ക് ചെന്നിട്ട് ആവശ്യം ഏതെങ്കിലും ഉണ്ടോ? പറഞ്ഞോ, ചെയ്തു തരാ. തന്റെ തോട്ടത്തിലേക്ക് വന്നയാളിന് തോട്ടത്തിന്റെ കവാടം തുറന്നു കൊടുത്തു. തണൽ വൃക്ഷത്തിന്റെ ചാരയിരുന്നു. അവിടെയാണ് പ്രിയപ്പെട്ട മുഅ്മിനേ മഹാനായ ഖാജാ തങ്ങളുടെ മുന്നിൽ ആത്മീയ വിലാസങ്ങളുടെ വാതിൽ തുറന്നു വരുന്നത്. ആധുനിക കാലം, പാവങ്ങളായ മനുഷ്യരെ ആട്ടിയോടിക്കുന്ന ആളുകളുടെ കാലം, ജനങ്ങളുടെ മുന്നിൽ വാതിലുകൾ അടച്ചു കളഞ്ഞ കാലം, അല്ലാഹു അനുഗ്രഹം ചെയ്ത ആളുകൾ ആ അനുഗ്രഹങ്ങൾ ജനങ്ങളുടെ മുന്നിൽ തുറക്കാത്ത കാലം, ഒരു പാവപ്പെട്ടവനും ഗേറ്റ് കടന്നു വരാൻ കഴിയാത്ത കാലം. ഓട്ടോമേഷൻ സിസ്റ്റം ഇല്ലാത്ത വീടുകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയില്ല. അകത്തിരുന്നു കൊണ്ട് നിയന്ത്രിച്ചാൽ മാത്രമേ പുറത്തുള്ള ഒരാൾക്ക് കയറി വരാൻ കഴിയൂ. മുന്നേ ഒരു ഫക്കീറായ മനുഷ്യൻ ഒരാളുടെ വീടിന്റെ വാതിലിൽ മുട്ടി എനിക്ക് ഇന്ന ആവശ്യമുണ്ടെന്ന് പറയാനുള്ള അവകാശമെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നതെല്ലാം പോയി. ഇന്ന് പുതിയ സിസ്റ്റം, റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് നമ്മുടെ ഗേറ്റുകൾ നമ്മൾ ക്ലോസ് ചെയ്തു. എന്റെ വീട്ടിലേക്ക് എന്റെ അനുവാദമില്ലാതെ ആരും കടന്നു വരേണ്ടതില്ല. വാതിലിൽ മുട്ടാൻ, എല്ലാവരുടെയും ശല്യം അകറ്റാനാണ് അത്ര ചില ആളുകൾ അത്തരം സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നത്. ഒരു ഫക്കീറായ മനുഷ്യന് ഒരു നേരത്തെ ഭക്ഷണത്തിനോ വെള്ളത്തിനോ മരുന്നിനോ വേണ്ടി എന്റെ വാതിലിൽ മുട്ടാൻ പറ്റാത്ത ഭാഗത്തിൽ വാതിലുകൾ പൂട്ടിക്കെട്ടി വെച്ച മനുഷ്യരെ പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്, സ്വന്തമായി നീ വലിയ പ്രതാപിയാണെന്ന്, പര്യാപ്തനാണെന്ന് നീ അങ്ങ് വിചാരിക്കുകയാണോ? ഇതെല്ലാം വലിച്ചെറിഞ്ഞ് അല്ലാഹുവിലേക്ക് മടങ്ങുന്നൊരു ദിവസം വരിക തന്നെ ചെയ്യും. നമ്മുടെയൊക്കെ മുമ്പിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് പാവപ്പെട്ട മനുഷ്യരെ ആട്ടിയോടിക്കുന്ന ആളുകൾ.
അവരെ പരിഗണിക്കാത്ത ആളുകൾ. നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കൂ. വീട്ടിലേക്ക് വരുന്ന ഒരു മനുഷ്യനെ അതോടെ പരിഗണിക്കണം, അവർക്ക് എന്താവശ്യമുണ്ട് എന്ന് ചോദിക്കണമെന്ന് നമ്മളൊക്കെ ഹൃദയത്തിൽ കൈവച്ചിട്ട് ഉപ്പമാർ ആലോചിച്ചു നോക്കൂ. എന്റെ വീട്ടിലേക്ക് വരുന്ന ഒരു അതിഥിയോട് എങ്ങനെ പെരുമാറണമെന്ന് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടോ? നമ്മൾ ആ മക്കളെ പഠിപ്പിക്കുക, അവർക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കുമ്പോൾ നിങ്ങൾ അവിടെ പോയി നോക്കി നിൽക്കരുത് എന്ന് പറയും. നിങ്ങൾ ആ കുട്ടികളോട് പറയും അതെടുക്കരുത്, അവിടെ പോയിട്ട് അവർക്ക് അതിഥികൾക്ക് കൊടുത്ത ഭക്ഷണം നിങ്ങൾ എടുക്കരുത് എന്ന് പറയും. അല്ലാതെ അവരോട് പോയി വെള്ളം വേണോ, അല്ലെങ്കിൽ അവരോട് വളരെ ഭവ്യതയോടുകൂടി ഇന്ന കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ടാവില്ല. ഞാനൊരിടത്ത് വയലിന് ചെന്നപ്പോ കുറെ പലഹാരങ്ങൾ കൊണ്ടുവച്ചു. കണ്ണൂർ ജില്ലയിൽ പൊതുവെ അങ്ങനെയാണല്ലോ, ചായക്ക് തന്നെ കുറെ കടി ഉണ്ടാവും. ഇന്ന് സാലി ഉസ്താദും കുറെ കടി തന്നിട്ടുണ്ട്, കുറെ സ്നാക്സ് ഉണ്ടാവും. അപ്പൊ ഞാൻ ആ വീട്ടിലെ ചെറിയ കുട്ടിയോട് പറഞ്ഞു, വരൂ ഇത് കഴിക്കാൻ പറഞ്ഞു. അപ്പൊ ആ കുട്ടി പറഞ്ഞു വേണ്ട ഉസ്താദ്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അജു വരൂ കഴിക്കാന്ന് പറഞ്ഞു. അപ്പൊ കുട്ടി പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. കുറെ തവണ വിളിച്ചു. അപ്പൊ പറഞ്ഞു നിങ്ങൾ എന്നെ വിളിക്കും, ഞാനിത് വന്ന് കഴിക്കും, നിങ്ങളങ്ങ് പോയാൽ ഉമ്മ എന്നെ അടിക്കും. എനിക്കിത് വേണ്ടാത്തോണ്ടല്ല, നിങ്ങളെന്നെ കഴിക്കാൻ വിളിക്കും, ഞാനിത് കഴിച്ചാല് നിങ്ങൾ പോയി കഴിക്കുമ്പോൾ ഉമ്മ പിന്നെ എന്ത് ചെയ്യും? എന്നെ തല്ലും. നമ്മൾ ആകെ പഠിപ്പിച്ചിട്ടുള്ള അതിഥികളെ സൽക്കരിക്കാനുള്ള, ഗസ്റ്റുകളെ സ്വീകരിക്കാനുള്ള, അവരുടെ അടുത്തിലേക്ക് പോകരുത് എന്നാണ് ചിലപ്പോൾ പറയാ. അവരെ കാണണ്ട, വിട്ടോളൂ എന്നാ പറയാ. അല്ലെങ്കിൽ അവരുടെ ഭക്ഷണത്തിൽ കൈയിടണ്ട എന്നാണ് പറയാ. അവര് സ്നേഹത്തോടെ തന്നാൽ വാങ്ങണ്ട എന്നാണ് പറയാ. ഇതങ്ങനെയൊന്നുമല്ല. ചെറുപ്പത്തിലെ ഉമ്മയും ഉപ്പയും മോൾഡ് ചെയ്തെടുത്ത അള്ളാഹുവിന്റെ ഔലിയാക്കളിലെ സമുന്നതരായ ഖാജാ തങ്ങളുടെ ജീവിതത്തിന്റെ ബാല്യത്തിലെ ചിത്രങ്ങളാണിത്. എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് അങ്ങോട്ട് ചോദിച്ചു, വേണ്ട സഹായം ചെയ്തു കൊടുത്തു. തോട്ടത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തു, ഇരുന്നോ. തോട്ടത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തു, ഇരുന്നോ. അവിടുന്ന് വേണ്ടതുപോലെ സൽക്കാരം കൊടുത്തപ്പോ തിരിച്ചൊരു സമ്മാനം കൊടുത്തു. കുറെ നാടുകൾക്ക് ഇറങ്ങി അള്ളാഹുവിനെ ദിക്റ് ചെയ്തു വന്ന ഇബ്രാഹിമുൽ ഖന്തൂസി തങ്ങളുടെ കയ്യിൽ നിന്നൊരു റൊട്ടി ഖാജാ തങ്ങളിലേക്ക് കിട്ടുകയാണ്. കഴിച്ചോ. ആ റൊട്ടിയെടുത്ത് വായിൽ വെച്ച് ചവച്ചരയ്ക്കുമ്പോഴേക്ക് ലോകം തന്നെ മറന്നുപോയി. ഹൃദയത്തിൽ നിന്നുള്ള എല്ലാ മോശത്തരങ്ങളും ദുനിയാവിന്റെ ചിന്തകളും ഏതെല്ലാം തരത്തിലുള്ള ദുനിയവിയായ വികാരങ്ങളുണ്ടോ അവയെല്ലാം അകന്നുപോയി. പകരം ആ ഹൃദയത്തിലേക്ക് വരുന്ന വിചാരമേതാണ്? അല്ലാഹ് അല്ലാഹ്. മഹാന്മാരുടെ സ്പർശം ലഭിച്ച അനുഗ്രഹങ്ങളിൽ നിന്ന് കിട്ടിയാലുള്ള വലിയ മഹത്വം അങ്ങനെയല്ലേ? അത് ഉള്ളിലേക്ക് ചെന്ന ഉടനെ ദുനിയാവ് മറക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മ വരുകയാണ്. തന്റെ മുന്നിലുള്ള വലിയ വിശാലമായ ലോകം ഞാൻ ഈ തോട്ടത്തിൽ ഒതുങ്ങിപ്പോകേണ്ട ആളല്ലെന്ന് തിരിച്ചറിഞ്ഞ് അത് വിറ്റ് അതിൽ നിന്ന് കിട്ടിയ പൈസയിൽ നിന്ന് സാധുക്കളായ മനുഷ്യർക്ക് സംഭാവന ചെയ്ത് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആലിമീങ്ങളെ തേടി പോവുകയാണ്. ഇൽമു പഠിക്കാൻ, അറിവ് നുകരാൻ. അല്ലാഹുവിന്റെ ഔലിയാക്കളൊക്കെയും വലിയ ഇൽമുള്ളവരാണ്. ഖാജാ തങ്ങളും ഇൽമിന്റെ അങ്ങേ തലക്കിലെത്തിയവരാണ്. 20 കൊല്ലം തന്നെ ബഹുമാനപ്പെട്ട ഉസ്മാനുൽ ഹാറൂനി തങ്ങളുടെ കൂടെയാണ്. അല്ലാഹുവിന്റെ ദീനിൽ അഗാധമായ വിജ്ഞാനം അവർ ശേഖരിക്കുകയാണ്. ഹദീസുകളും ഫിഖ്ഹുകളും പഠിക്കുകയാണ്. അതിന്റെ ആഴങ്ങളിൽ ഇറങ്ങി ചർച്ച ചെയ്യുകയാണ്. അതിൽ നല്ല അവഗാഹമുള്ള തെളിഞ്ഞ ആലിമാണ് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് തങ്ങളും. അങ്ങനെയാണ് 4 കിതാബയും മറ്റുള്ള സുഹുഫയും ഏകന്നരുളാലെ ഓതി ഉയർന്നോവർ. മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ മഹിമ എങ്ങനെയാണ്? അശ്ശാഫിഇയ്യ ഫസ്റത്തുൽ ഹംബലിയ ബിലാ ഹജരി തഹ്ത ബിൽ ഖൈറൈനി മുഅ്തദിലാ.
അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ ഉന്നതമായ സ്ഥാനം അലങ്കരിച്ചവർ. ശാഫിഈ മദ്ഹബിൽ അഗാധ പാണ്ഡിത്യമുള്ള മുഫ്തിയാണ്. ഹംബലി മദ്ഹബിൽ ഫത്വ കൊടുക്കാൻ കഴിയുന്നവരാണ്. റിഫായി ശൈഖ് തങ്ങളും ചെറിയ ആളല്ലല്ലോ. അവിടുന്നും അല്ലാഹുവിന്റെ ദീന് പഠിച്ചത് എത്രയോ കാലമാണ്. 30-ലേറെ കൊല്ലം അല്ലാഹുവിന്റെ ദീനിന്റെ വിജ്ഞാനം പഠിച്ച് അതിൽ അവഗാഹം നേടിയിട്ടാണ് പരിശുദ്ധമായ ദീനിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക്, ആത്മീയ ധാരകൾക്ക് സേവനം ചെയ്ത് കൈപിടിക്കാൻ ഇറങ്ങിയത് ഖാജാ മൊയ്നുദ്ദീൻ. അത് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ആത്മീയതയുടെ വേഷം കെട്ടിയിട്ട് അറിവില്ലാത്ത മനുഷ്യര് ജനങ്ങളുടെ ഈമാൻ പിഴപ്പിക്കുന്ന കാലമാണ്. അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് തെറ്റിച്ചു കളയുന്ന കാലമാണ്. ശരീഅത്തുൽ ഇസ്ലാമിന്റെ മാനദണ്ഡങ്ങളെ വലിച്ചെറിയുന്ന കാലമാണ്. ഹൃദയാന്തരങ്ങളിൽ നിന്ന് ഈമാനിന്റെ അവസാന കണികയും അത്തരം ആളുകൾ നഷ്ടപ്പെടുത്തുകയാണ്. മുഅ്മിനേ, അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ ജീവിതം നമ്മുടെ മുന്നിലുണ്ട്. അവര് ദീന് പഠിച്ചത് എത്രയോ കാലമാണ്. അവരുടെ അദബും അവരുടെ ഗുരുത്വവും അവരുടെ പൊരുത്തവും അവര് ശരീഅത്തുൽ ഇസ്ലാമിന് ചെയ്ത സേവനങ്ങളും എടുത്തോ. അവരെല്ലാവരും ചെയ്തത് അല്ലാഹുവിന്റെ ദീന നിലനിർത്താൻ, ഹബീബായ നബി തങ്ങളുടെ സുന്നത്ത് നിലനിർത്താനുള്ള പ്രവർത്തനമാണ്. നല്ല വിജ്ഞാനം ലഭിച്ചിട്ടില്ലാത്ത, അഗാധമായ പാണ്ഡിത്യം ലഭിച്ചിട്ടില്ലാത്ത, അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് കൈപിടിച്ച മുൻഗാമികളുടെ ചരിത്രം മറിച്ചോ അങ്ങനെ ഒരാളെയും കാണാനില്ല. അവരെല്ലാവരും തികഞ്ഞ അറിവുള്ള ആലിമീങ്ങളാണ്. അവരെല്ലാവരും ആവശ്യമായ ദീന് പഠിച്ചവരാണ്. അവർക്ക് ഖുർആൻ അറിയാം, അവർക്ക് ഹദീസുകൾ അറിയാം, അവർക്ക് ഫിഖ് അറിയാം. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ദീനിൽ നന്നായി വിവരമുള്ളവരായി മാറാൻ, അവരെ കൈപിടിച്ചിട്ട് അടുത്ത ഈ രാജ്യത്തിന് നേതൃത്വം നൽകുന്നവരാക്കി മാറ്റിയെടുക്കാൻ നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ അവർ സംവിധാനങ്ങളെ രൂപപ്പെടുത്തുന്നത്. അറിവില്ലാത്ത ആളുകൾ ജനങ്ങളുടെ ആത്മീയത നശിപ്പിക്കുന്ന കാലമാണ്. ആത്മീയ സരണികളുടെ പേരിൽ ഏതൊക്കെയോ കോപ്രായങ്ങൾ എഴുന്നള്ളിക്കുന്ന കാലമാണ്. ദീനിന്റെ പേര് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിന്റെ വിശുദ്ധിയെ കളങ്കപ്പെടുത്തുന്ന കാലമാണ്. അല്ലാഹുവിന്റെ ദീന് വലിച്ചെറിയുന്ന കാലമാണ്. ദീനിന് വലിയ സേവനം ചെയ്യുന്ന ആലിമീങ്ങളെ തെറി പറഞ്ഞിട്ട് അത് ആത്മീയ മാർഗമാണെന്ന് വിചാരിക്കുന്ന വിഡ്ഢികളുടെ കാലമാണ്. അവിടെ അറിഞ്ഞോ, നമ്മുടെ മുൻഗാമികൾ അഗാധ വിജ്ഞാനമുള്ള മഹാന്മാർ അറിവിൽ ആണ്ടുപൂണ്ട ജീവിതങ്ങളുടെ ഉടമകളാണ്. ഈ മാസം അനുസ്മരിക്കുന്ന നേതാവാണല്ലോ നമ്മുടെ മദ്ഹബിന്റെ ഇമാം സയ്യിദുനാ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ഈ റജബ് മാസത്തിൽ തന്നെ വിട പറഞ്ഞവരാണ്. റജബ് മാസത്തിൽ വിട പറയണേന്ന് റബ്ബിനോട് ദ്വാരുന്ന മഹാന്മാരേറെയാണ്. മഹാനരായ ഖാജാ തങ്ങൾ വിട പറഞ്ഞ മാസമാണ്. ശാഫിഈ ഇമാം തങ്ങൾ വിട പറഞ്ഞ മാസമാണ്. ഹസനുൽ ബസരി തങ്ങൾ വിട പറഞ്ഞ മാസമാണ്. ധാരാളം മഹത്തുക്കൾ വിട പറഞ്ഞ മാസം. ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു വിട പറഞ്ഞ മാസമാണ്. അല്ലാഹുവേ, അവരുടെ മദദുകൾ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അവരുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. വല്ലാത്ത മഹത്വമുള്ള മാസമാണല്ലോ റജബ്. സ്വർഗത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വാതിൽ തുറന്ന് സ്വീകരിക്കുന്ന റമദാൻ, അതിന്റെ വിളംബരമാണ് റജബ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ.
അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം ചെയ്യുന്ന മാസമാണ്. ഈ മാസത്തിൽ ചെയ്യുന്ന നന്മകൾക്ക് വലിയ പ്രതിഫലമുണ്ടെന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ ഇന്ന ഇദ്ദതശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് എന്ന ആയത്തിന് വ്യാഖ്യാനം എഴുതുകയാണ്. ഈ മാസത്തിൽ വലിയ നന്മകൾ ചെയ്യുന്നവർക്ക് അല്ലാഹു വലിയ പ്രതിഫലം നൽകും. അതുപോലെ തെറ്റു ചെയ്യലും ഗൗരവമുള്ള മാസമാണ്. ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും, നിങ്ങൾ സ്വന്തത്തോട് അക്രമം ചെയ്യല്ല. പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധമായ റജബ് മാസത്തിന്റെ മഹത്വം എത്രയോ വലുതാണ്. ഈ മാസത്തിൽ ഇവിടെ പറഞ്ഞ ഇമാമുന ശാഫിഈ തങ്ങള് അല്ലാഹുവിന്റെ ദീനിന് അവർ ചെയ്ത സേവനം എത്ര വലുതാണ്. ഖിയാമം നാൾ വരെ വരാനുള്ള സകല പ്രശ്നങ്ങൾക്കും അല്ലാഹുവിന്റെ ദീനിലെ എല്ലാ കർമ്മശാസ്ത്ര വിഷയങ്ങൾക്കും അവരുടെ ജീവിതം കൊണ്ട് ഉത്തരം നൽകുകയാണ്. ആ ഉത്തരം നൽകിയിട്ടാണ് അവരുടെ ജീവിതം ഇവിടെ കഴിഞ്ഞു പോയത്. ഒരെതിരാളിയുടെ മുന്നിലും ഏതെങ്കിലും മതവിരോധിയുടെ മുന്നിലും ഇസ്ലാമിന് മുട്ടുമടക്കേണ്ടതില്ല. അങ്ങനെ ഒരു സാഹചര്യം രൂപപ്പെട്ടു വരുന്നില്ല. ഈ കഴിഞ്ഞ മാസത്തിൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും ശ്രദ്ധേയമായ വാർത്തകളിലൊന്ന് എറണാകുളത്തെ ജനറൽ ഹോസ്പിറ്റലിൽ ഒരു ഹൃദയ ശസ്ത്രക്രിയ നടന്നതുമായി ബന്ധപ്പെട്ടാണ്. ഹൃദയം മാറ്റിവെച്ചു. നമ്മളൊക്കെ ഇപ്പോൾ സ്ഥിരമായിട്ട് പത്രമാധ്യമങ്ങളിലൊക്കെ വായിക്കാറുണ്ട്. ഹൃദയം മാറ്റിവെക്കുന്നു, കിഡ്നി മാറ്റിവെക്കുന്നു. വിവിധ അവയവങ്ങളുടെ ട്രാൻസ്പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട വാർത്തകളും പിരിവുകളും ഒക്കെ നമ്മൾ കാണാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം അവസ്ഥകളെ തൊട്ടൊക്കെ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കേരളത്തിലെ സമൂഹം വളരെയേറെ പേടിക്കേണ്ട ഒരു കാലത്തൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വേറൊന്നുമല്ല, കേരളത്തിലെ എല്ലാ അത്യാവശ്യം വലിയ ഹോസ്പിറ്റലുകളൊക്കെ യൂറോപ്പിലെയും അമേരിക്കയിലെയും ഒക്കെ വലിയ വലിയ കമ്പനികൾ ഏറ്റെടുത്ത ഒരു കാലമാണ്. മുമ്പൊക്കെ നമ്മുടെ നാട്ടിലെ വേറെ ഏതെങ്കിലും കാര്യങ്ങളിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നതെങ്കിൽ നമ്മുടെ നാട്ടിലെ വലിയ വലിയ ഹോസ്പിറ്റലുകളുടെ ഓണർഷിപ്പ് നിങ്ങൾ നോക്കൂ. തിരുവനന്തപുരം മുതൽ ഇങ്ങോട്ട് ഒരു കാലഘട്ടത്തിലെ വലിയ അറിയപ്പെട്ട പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുടെ ഒക്കെ മേജർ ഷെയർ അല്ലെങ്കിൽ അതിന്റെ ഓണർഷിപ്പ് തന്നെ അമേരിക്കയിലെ, ജർമ്മനിയിലെ, യൂറോപ്പിലെ വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിലുള്ള കമ്പനികൾ ഏറ്റെടുത്ത കാലത്താണ് നമ്മളുള്ളത്. എന്താണ് അതിന്റെ പ്രശ്നം? സാധാരണ ഒരു രോഗിയായി അതൊക്കെ ഒരു ജനങ്ങളെ ആതുര ശുശ്രൂഷ രംഗത്ത്, ആതുര സേവന രംഗത്ത് ജനങ്ങൾ അഭയം തേടി ചെല്ലുന്ന ഹോസ്പിറ്റലുകൾ തികച്ച ബിസിനസ് മൈൻഡിലേക്ക് മാറുകയാണ്. പനിയായി ചെല്ലുന്നവന് പോലും ചിലപ്പോഴേ ഇനി MRI എഴുതുന്ന കാലം വരും, CT സ്കാൻ എഴുതുന്ന കാലം ഇപ്പൊ ഇല്ലാന്നല്ല. കാരണം 10,000 കോടി രൂപകളാണ് കേരളത്തിലെ ഹോസ്പിറ്റലുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഹോസ്പിറ്റലുകളുടെ പേര് പറയുന്നില്ല. 10,000 കോടി രൂപകൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റൽ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് മുതലാളിമാരാണ്. അവർക്ക് മനസ്സിലായി ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങൾ കച്ചവടം നടത്തുന്നതിനേക്കാൾ ഏറ്റവും നല്ല കച്ചവടം ഈ കച്ചവടം. ബാക്കിയുള്ളതിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ വലിയ ടേൺ ഓവർ, വലിയ ലാഭം കിട്ടാനുള്ളത് ഈ മേഖലയിലാണ്. 30, 40, 50 നമ്മുടെ ഔദാര്യ മനസ്ഥിതി കൂടി അതിന് കാരണമാണോ എന്ന് നാം ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഒരാളുടെ കിഡ്നി മാറ്റി വെക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികൾ എന്ത് ചെയ്യും? നമ്മളെല്ലാവരും സഹായിക്കും. അതിന് ജാതി മത ഭേദ വ്യത്യാസമൊന്നുമില്ല. ഒരാളുടെ കിഡ്നി മാറ്റി വെക്കണം, നമ്മുടെ കയ്യിലുള്ളതൊക്കെ കൊടുക്കും. ഒരാളുടെ കരൾ മാറ്റി വെക്കണം, അതിന്റെ ഇത്ര പൈസയാകും. ഈ കഴിഞ്ഞ കാലത്തിനിടയിൽ എത്രയാണ് നമ്മുടെ നാടുകളിൽ അത്തരം പിരിവുകൾ നടന്നിട്ടുള്ളത്? ഇപ്പോഴും നടക്കുന്നുണ്ട്. ഈ ലക്ഷക്കണക്കിന് രൂപകളിൽ കണ്ണുവെച്ചുകൊണ്ടാണോ ഒരു സമൂഹത്തിന്റെ സേവന മനസ്ഥിതിയെ ചൂഷണം ചെയ്യാനാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലുള്ള ഇത്തരം കോർപ്പറേറ്റുകൾ നമ്മുടെ രാജ്യത്തേക്ക്, നമ്മുടെ സമൂഹത്തിന്റെ ആതുര ശുശ്രൂഷ രംഗത്തേക്ക് കടന്നുകയറി ഹോസ്പിറ്റലുകളൊക്കെ വിലയ്ക്ക് വാങ്ങുന്ന കാലത്ത് നമ്മളൊക്കെ പ്രത്യേകം ദ്വാരക്കേണ്ട കാലമാണ്. നമ്മുടെ ആഫിയത്ത് നിലനിന്ന് കിട്ടാൻ അള്ളാഹു നമ്മുടെ മഹാന്മാരായ മുൻഗാമികളുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് ആഫിയത്ത് നിലനിർത്തി തരുമാറാകട്ടെ. സുബഹിന്റെ കുനൂത്തൊക്കെ നന്നായിട്ട് ഓതണം. അല്ലാഹുമ്മ ഹദിനാ ഫീമൻ ഹദൈത്. പിന്നെന്താ? അല്ലാഹുമ്മ ഹദിനാ ഫീമൻ ഹദൈത് വആഫിനാ ഫീമൻ ആഫൈത്. എല്ലാ ദിവസവും മഹാന്മാരായ മുൻഗാമികൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നമുക്ക് പഠിപ്പിച്ചതാണ് നമ്മുടെ ആരോഗ്യം. അള്ളാഹു അത് നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂലിനോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, നബിയെ, ആരോഗ്യമുണ്ടാകാൻ എപ്പോഴാണ് ദ്വാരക്കേണ്ടത്? ആരോഗ്യത്തിന്, ഹെൽത്തിന് എപ്പോഴാണ് ദ്വാരക്കേണ്ടത്?
അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരോഗ്യത്തിന് പ്രത്യേകം ദ്വാരക്കണ്ട സമയം ബൈനൽ അദാനി വൽ ഇഖാമ, അത് ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള സമയത്ത് ദുആ ചെയ്താൽ ഇജാബത്തുള്ള സമയമാണല്ലോ. ആ സമയത്ത് കൂടുതൽ ചോദിക്കേണ്ടത് അത് ആഫിയത്തിനാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്കൊക്കെ ആഫിയത്ത് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് മഹാനരായ ഇമാമുന ശാഫിഈ തങ്ങളുടെ ജീവിതം എടുത്തു വെച്ച് വായിച്ചോ. ഹൃദയ ശസ്ത്രക്രിയ നടന്നു. ഇസ്ലാമിന് അവയവ മാറ്റത്തെ കുറിച്ച് പറയാൻ എന്തെങ്കിലും ഉണ്ടോ? ഇക്കാണുന്ന ആലിമീങ്ങൾക്കൊക്കെ അവയവ മാറ്റം കേൾക്കുമ്പോ രാവിലെ ഖുർആൻ എടുത്ത് തുറന്നു നോക്കേണ്ട ആവശ്യമില്ല. അവർക്കറിയാം ഏതു പ്രശ്നം വന്നാലും മുൻഗാമികളായ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങൾ ഇവിടെയുണ്ട്. ആ ഗ്രന്ഥങ്ങളിൽ മറുപടികളുണ്ട്, നിവാരണങ്ങളുണ്ട്. എത്ര വിശാലമായിട്ടാണ് ഫിഖ് അതൊക്കെ ചർച്ച ചെയ്യുന്നത്. ഒരാളിന്റെ അവയവം മറ്റൊരാൾക്ക് വെച്ചു, പിന്നീട് അയാൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ആരാണ് ഉത്തരം പറയേണ്ടത്? ഒരാളുടെ കണ്ണ് അല്ലെങ്കിൽ ഒരാളുടെ കിഡ്നി, ഒരാളുടെ ഹൃദയം മറ്റൊരാൾക്ക് വെച്ചു. ആ അവയവം കൊണ്ട് അയാൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ എത്തുമ്പോൾ ആരാണ് ഉത്തരം പറയേണ്ടത്? നിങ്ങൾ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളൊന്ന് തുറന്നോ, വിശാലമായ ചർച്ചകൾ അവിടെയുണ്ട്. മഹാന്മാരായ മുൻഗാമികൾ അവരുടെ ജീവിതം കൊടുത്ത് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി അത് സമർപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്ലാം ഒരു കാലത്തും ഒരു പ്രതിസന്ധിയിലും തലകുനിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം വേട്ടയാടപ്പെടുന്നതും ഇസ്ലാമിനെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഇസ്ലാമിനെ പേടിപ്പിക്കുന്നത് എന്തിനാണ്? ഇസ്ലാം ഉത്തരമുള്ള മതമാണ്. ഉത്തരമില്ലാത്തതൊന്നും ഇസ്ലാമിലില്ല. ഉത്തരമില്ല, ഞങ്ങൾക്കതിൽ അഭിപ്രായമില്ല എന്ന് പറഞ്ഞൊഴിയേണ്ട ഒരു സാഹചര്യവും ഇസ്ലാമിലില്ല. എല്ലാ സാഹചര്യങ്ങളും ഏതെല്ലാം വിഷയങ്ങൾ മനുഷ്യന് വരാനുണ്ടോ? കാരണം ഈ മതം ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യർക്കുള്ള ജീവിക്കാനുള്ള വഴിയും വെളിച്ചവുമല്ലയോ. അതിൽ ഉത്തരങ്ങളില്ലാതിരിക്കില്ലല്ലോ. മഹാനരായ ഇമാമുന ശാഫിഈ തങ്ങളുടെ അഗാധമായ വിജ്ഞാനം, അതുപോലെ മുൻഗാമികളായ മുജ്തഹിദുകളായ ഇമാമുമാർ, ആ വിജ്ഞാനമാണ് നമ്മുടെ ഔലിയാക്കളും അവരുടെ ജീവിതത്തിന്റെ ഇന്ധനമായി സ്വീകരിച്ചത്. അറിവില്ലാതെ പടുത്തുയർത്തിയ ആത്മീയ സാമ്രാജ്യങ്ങളല്ല, അടിസ്ഥാനപരമായ അറിവിന്റെ മേലെ നിന്നുയർത്തിയ സാമ്രാജ്യങ്ങളാണ്. അതിൽ നിന്നാണ് ആത്മീയതയുണ്ടായി വന്നത്. അതിൽ നിന്നാണ് ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഹിദായത്തിന്റെ വെളിച്ചം തൂകിയത്. സയ്യിദുനാ മഹാനരായ സുൽത്താനുൽ ഹിന്ദ് ഖാജാ റളിയല്ലാഹു അൻഹു അവരുടെ ശൈഖായിരുന്നല്ലോ ഉസ്മാനുൽ ഹാറൂൻ റളിയല്ലാഹു അൻഹു. അവരെ കുറിച്ച് പറയാൻ നമ്മുടെ പരിമിതമായ സമയം അത് തികയുന്ന സമയമല്ല. അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ വലിയ സ്ഥാനം അലങ്കരിച്ചവർ, അവരൊരിക്കൽ അവരുടെ ശിഷ്യഗണങ്ങളെയും കൂട്ടി നടന്നു പോകുന്ന വഴിയില് അവിടെ അഗ്നി ആരാധകരായ മജൂസികളായ ജനങ്ങളുണ്ട്. അവരുടെ സമീപത്തൊരു ടെന്റ് കെട്ടിയിട്ട് താമസിക്കുകയാണ്. വൈകുന്നേരമായപ്പോ അവിടെയുള്ളവർക്ക് നോമ്പ് തുറക്കാൻ ഭക്ഷണം ഉണ്ടാക്കണം. ഒരു ഭാഗത്തുള്ളത് അഗ്നി ആരാധകരാണ്, ഒരു ഭാഗത്തുള്ളത് ഉസ്മാനുൽ ഹാറൂനി തങ്ങളുടെ നേതൃത്വത്തിലുള്ള ഖാജാ തങ്ങളുടെ ആത്മീയ ഗുരുവല്ലയോ, അവരുടെ നേതൃത്വത്തിലുള്ള മഹാരഥന്മാരായ സ്വാലിഹീങ്ങളുടെ സംഘമാണ്. അവർ ചോദിച്ചു, ഒരൽപ്പം തീ തരാമോ? ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ഒരൽപ്പം തീ തരുമോ? ഞങ്ങളെ ഒന്ന് സഹായിക്കുമോ?
മജൂസികൾ ഉത്തരം പറയുകയാണ്, ഇല്ല, ഇത് ഞങ്ങൾ ആരാധിക്കുന്ന അഗ്നിനാളമാണ്, ഞങ്ങൾ ഇതിനെയാണ് വണങ്ങുന്നത്, ഇവിടെ നിന്നാണ് ആത്മീയമായ സായുജ്യം ഉൾക്കൊള്ളുന്നത്, ഇതിൽ നിന്നുള്ള തീ നിങ്ങളുടെ ഭക്ഷണം പാചകം ചെയ്യാൻ തരാൻ പറ്റുന്നതല്ല, ഇത് ഞങ്ങളുടെ ആത്മീയമായ വിശിഷ്ടമായ തീയാണ്, ഇത് നിങ്ങൾക്ക് തരാൻ കഴിയില്ല. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഉസ്മാനുൽ ഹാറൂനി തങ്ങൾ പറയുന്നത്, അല്ല, ഈ തീനെയാണോ വണങ്ങുന്നത്? എന്നാൽ അറിഞ്ഞോ, ഈ അഗ്നിനാളങ്ങൾ ഇവിടെ പടച്ചവൻ വേറെയുണ്ട്, സൃഷ്ടാവായ റബ്ബ് വേറെയുണ്ട്. ഈ തീ പോലും കത്തുന്നതും ചലിക്കുന്നതും ചൂട് പകരുന്നതും അല്ലാഹുവാകുന്ന സർവാധികാരിയുടെ അനുമതിയാണ്. റബ്ബാകുന്ന ലോകത്തിന്റെ നിയന്ത്രിതാവിന്റെ അവന്റെ സൃഷ്ടിപ്പാണിതെല്ലാം, അവന്റെ കഴിവാണിതെല്ലാം. അവനറിയാതെയല്ല, അവന്റെ കഴിവില്ലാതെയല്ല, അവൻ പറഞ്ഞിട്ടല്ലാതെയല്ല. നിങ്ങളുടെ മുന്നിലുള്ള ഈ അഗ്നിനാളങ്ങൾ എരിയുന്നതെല്ലാം എന്റെ റബ്ബിന്റെ ഖുദ്റത്താണ്, എന്റെ റബ്ബിന്റെ കഴിവാണ്, എന്റെ റബ്ബിന്റെ കഴിവാണ്. ഉടനെ വെല്ലുവിളി വരികയാണ്, അല്ലയോ ഞങ്ങളോട് തീ ചോദിച്ചു വന്ന മനുഷ്യ, ഞങ്ങൾ ആരാധിക്കുന്ന ദൈവമായി സ്വീകരിക്കുന്ന ഈ നാളങ്ങളെ കണ്ടിട്ട് നിന്റെ സൃഷ്ടാവിന്റെ അടിമയാണിതെന്ന് പറയുകയാണോ? നിന്റെ സൃഷ്ടാവ് സമുന്നതനാണെന്ന് പറയുകയാണോ? എന്നാലൊന്ന് നടക്കുമോ? ആ കൈയൊന്ന് തീയുടെ മേലെ കാണിക്കുമോ? ഈ തീനാളങ്ങളെ ഒന്ന് വാരിപ്പുണരുമോ? ഈ തീനാളങ്ങൾക്കിടയിലൊന്ന് കഴിഞ്ഞുകൂടുമോ? മഹാനരായ ഉസ്മാനുൽ ഹാറൂനി തങ്ങൾ ചിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ചെയ്താൽ നിങ്ങളുടെ ഈ ആരാധനകൾ അവസാനിപ്പിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മനോഹരമായ ആശയ തലങ്ങളെ സ്വീകരിക്കുമോ? ഞാൻ തയ്യാറാണ്. നിങ്ങൾ ഈ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടുപോകാത്ത നിങ്ങളുടെ ആത്മീയ ചൈതന്യമുണ്ടല്ലോ, എന്തിനേയും കരിച്ചു കളയാൻ കഴിയുമെന്ന് നിങ്ങൾ പറയുന്ന ഇത് അതെന്റെ സൃഷ്ടാവിൻ്റെതാണ്, അതിന് കഴിവ് കൊടുത്തതും അല്ലാഹുവാണ്. അഫറഅയ്തുമുൻ നാറല്ലതി തൂറൂൻ, അല്ലാഹു ആകുന്ന സൃഷ്ടാവിൻ്റെതാണെന്ന് പറഞ്ഞു വെക്കുകയാണ്. സൃഷ്ടാവായ റബ്ബിന്റെ ദൃഷ്ടാന്തമാണെന്ന് പറഞ്ഞ ഉടനെ സ്വീകരിക്കുമോ? ഈ തീയിലേക്ക് ഇറങ്ങി നിൽക്കുമോ? ഖാജാ മുഈനുദ്ദീൻ ചിശ്തി തങ്ങളെ ആത്മീയതയിലേക്ക് കൈപിടിച്ച ബഹുമാനപ്പെട്ട ഉസ്മാനുൽ ഹാറൂനി തങ്ങള് മജൂസികളുടെ തീയിലേക്ക് നടക്കുകയാണ്. ഒരു കുട്ടിയെയും കൂടെ കൂട്ടുകയാണ്. രണ്ടുപേരും കൂടി അഗ്നിനാളത്തിന്റെ ചാരത്തേക്ക് ചെല്ലുമ്പോ സയ്യിദുനാ നബിയുല്ലാഹി ഇബ്രാഹീം, അഗ്നിനാളങ്ങളെ അതിജയിച്ചു വന്ന നേതാവ്, തൗഹീദിന്റെ അത്യുജ്വലമായ ദർശനങ്ങളെ നമ്രൂദിന്റെ കൊട്ടാരത്തിൽ വിളംബരം ചെയ്ത നേതാവ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരുടെ ഓർമ്മകൾ ഇരമ്പുകയാണ്. ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ആകാശം മുട്ട ഉയർന്ന തീനാളത്തിലേക്ക് നടന്നെടുത്ത നേരം സൃഷ്ടാവായ റബ്ബിന്റെ മഹോന്നതമായ വചനങ്ങൾ വന്നില്ലയോ? യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടന്നില്ലയോ? ചൊല്ലിയില്ലയോ? വഖാലൂ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ബഹുമാനപ്പെട്ട ഉസ്മാനുൽ ഹാറൂനി തങ്ങളുടെ നാവിലും ആ വചനങ്ങളാണ് ഓതി വെക്കുന്നത്. അല്ലാഹുവിന്റെ കലാമാണ്. അവരുടെ തീനാളങ്ങളുടെ നടുവിലൂടെ അവരുടെ തീനാളങ്ങളെ അതിജയിച്ചു വരികയാണ്. അവരോട് പറഞ്ഞു, കണ്ടോ, എന്റെ റബ്ബിന്റെ അനുമതിയില്ലാതെ എന്നെ തൊടാൻ ഇതിന് കഴിയുകയില്ല.
എന്റെ സൃഷ്ടാവിന്റെ നിയന്ത്രണമാണിതെല്ലാം. അതിന് സ്വന്തമായൊരു കഴിവുള്ളതല്ല, അതിന് കരിക്കാനുള്ള കഴിവില്ല, ജ്വലിക്കാനുള്ള കഴിവില്ല. എല്ലാ കഴിവുമുള്ളവൻ അവൻ അല്ലാഹുവാണ്. ചൊല്ലിക്കോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മജൂസികളുടെ തീനാളങ്ങളുടെ നടുവിലൂടെ നടന്നു ചെന്നിട്ട് അവരുടെ ഹൃദയത്തിലേക്ക് ഈമാൻ ഉറപ്പിച്ചു കൊടുത്ത നേതാവാണ്. അവരുറക്കുന്നത് എവിടെയാണ്? പരിശുദ്ധമായ മക്ക മുക്കറമയുടെ മണിമുറ്റത്ത് ജന്നത്തുൽ മുഅല്ലയിൽ മഹാരഥന്മാരായ എത്രയോ സ്വാത്വിക മഹാരഥന്മാരുടെ ചാരത്ത് ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ അരികത്താണ് ഖാജാ തങ്ങളുടെ ശൈഖായ ഉസ്മാനുൽ ഹാറൂനി തങ്ങൾ ഉറങ്ങുന്നത്. അല്ലാഹുവേ, അവിടുത്തെ മദദ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവിന്റെ മദദ് നമ്മൾക്ക് നൽകുമാറാകട്ടെ. അങ്ങനെ പറഞ്ഞാൽ അവരുടെ ജീവിതവും വിശാലമായ ജീവിതമാണ്. മുഅ്മിനീങ്ങളെ, നമ്മുടെ മുൻഗാമികൾ ഇതെല്ലാം അതിജയിച്ചാണ് വന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അഗ്നിനാളങ്ങളെ അതിജയിച്ചു വന്ന നേതാവാണ്. മൂസാ നബി അലൈഹിസ്സലാം ഫറോവയെ അതിജയിച്ചു വന്ന നേതാവാണ്. അതുപോലെ അലറി വിളിക്കുന്ന സമുദ്രങ്ങളെ ജയിച്ചു വന്ന നേതാവാണ്. അവരുടെ ഒക്കെ ലക്ഷ്യം എന്തായിരുന്നു? ഒന്നാലോചിച്ചു നോക്കൂ. അല്ലാഹുവിന്റെ ദീനില്ലായ്മ ചെയ്യാൻ വന്നവരെത്രയാണ്? നമ്രൂദുമാരിവിടെ കഴിഞ്ഞു പോയിട്ടില്ലേ? ഫറോവമാരിവിടെ കഴിഞ്ഞു പോയിട്ടില്ലേ? അബൂജഹലുമാരിവിടെ കഴിഞ്ഞു പോയിട്ടില്ലേ? ഉത്ബത്തും ശൈബത്തും ഇവിടെ കഴിഞ്ഞു പോയിട്ടില്ലേ? മംഗോളിയൻസ് ഇവിടെ കഴിഞ്ഞു പോയിട്ടില്ലേ? പോർച്ചുഗലിലെ ലിസ്ബണിൽ നിന്ന് ഈ രാജ്യത്തിന്റെ തെരുവോരങ്ങളിലേക്ക് കച്ചവടമെന്ന തന്ത്രവും പറഞ്ഞ് കപ്പലോടിച്ചു വന്നപ്പോ വാസ്കോഡ ഗാമയുടെ ഹൃദയത്തിലുണ്ടായിരുന്നത് ഇവിടെയുള്ള ഇസ്ലാമിക വിശ്വാസത്തെ തുടച്ചു നീക്കണമെന്ന വിചാരമായിരുന്നില്ലേ? സാധിച്ചിട്ടുണ്ടോ? ഖാജാ തങ്ങളുടെ മുന്നിൽ അടച്ചുപൂട്ടിയ ഈ രാജ്യത്തിന്റെ അതിർത്തികൾ അവര് തടയാൻ ശ്രമിച്ചത് ഇസ്ലാമിന്റെ വെളിച്ചമായിരുന്നില്ലേ? കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ലെന്നല്ലേ ചരിത്രം പറയുന്നത്. ഇസ്ലാമിനെ എങ്ങും തടഞ്ഞു നിർത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ. കഴിയണമായിരുന്നെങ്കിൽ അത് നമ്രൂദിന് കഴിയണമായിരുന്നല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഓരോ ദിവസവും 5 നേരത്തെ നിസ്കാരങ്ങളിൽ അനുസ്മരിക്കുന്ന മുസ്ലിമേ, ഹൃദയത്തിൽ കുറിച്ചോ. ഏകനായ മനുഷ്യൻ തൗഹീദിന്റെ വിളിയാളം കൊണ്ടുവരുമ്പോ കൂടെ നിൽക്കാൻ ആരുമില്ലാത്ത നേരം ഇല്ലാതെ ആക്കിക്കളയാൻ എളുപ്പമാണെന്ന് വിചാരിച്ച നമ്രൂദ് അധികാരത്തിന്റെ എല്ലാ മേഖലകളും അവിടെ ഉണ്ടായിരുന്നിട്ടും ചെയ്യാൻ കഴിഞ്ഞോ? ദീനിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഈ വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യാൻ കഴിയണമായിരുന്നെങ്കിൽ അത് നമ്രൂദിനായിരുന്നല്ലോ, അത് ഫറോവയ്ക്കായിരുന്നല്ലോ, അത് അബൂജഹലിനായിരുന്നല്ലോ, അത് ഉത്ബത്തിനായിരുന്നല്ലോ, അസംഖ്യം വരുന്ന അമ്പിയാക്കളുടെ തലയറുത്തു കളഞ്ഞ ജൂത സമൂഹത്തിനായിരുന്നല്ലോ, അത് ലോക ചരിത്രത്തിൽ ഇന്നലെ കഴിഞ്ഞുപോയ പലർക്കുമായിരുന്നല്ലോ. ബദറിന്റെ, ഉഹദിന്റെ, ഖന്തഖിന്റെ, ഖൈബറിന്റെ പടനിലങ്ങളിലേക്ക് തേരുതെളിച്ചു വന്നവരുടെ ഹൃദയാന്തരങ്ങളിലെ വിചാരം ഈ ദീനിനെ ഊതിക്കെടുക്കണമെന്നായിരുന്നല്ലോ. കഴിഞ്ഞിട്ടുണ്ടോ? ഒരു പാതിരാവിലെ 35,000 മനുഷ്യരുടെ തല കൊയ്തു കളഞ്ഞ മംഗോളിയൻസിന്റെ വിചാരം ഈ ദീനിനെ ഇല്ലായ്മ ചെയ്യണമെന്നായിരുന്നല്ലോ. കഴിഞ്ഞിട്ടുണ്ടോ? ചരിത്രത്തിൽ എത്ര സ്വേച്ഛാധിപതിമാരെ കണ്ടു, എത്ര അധികാരികളെ കണ്ടു, എത്ര അടച്ചിട്ട അതിർത്തികളെ കണ്ടു. എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജയിച്ചു വന്ന മതമേ. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. സാധ്യമല്ല. പലരും പയറ്റിയതാണ്, കഴിഞ്ഞിട്ടില്ല. ചരിത്രം അതിനൊരാൾക്കും അവസരം കൊടുത്തിട്ടില്ല, ഇനി കഴിയുകയുമില്ല. ദാഹം മൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ.
ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു നമ്മുടെ രാജ്യത്തേക്ക് വരുമ്പോ എല്ലാ അതിർത്തികളും അടച്ചിടുന്ന സമയമാണ്. അവിടുന്ന് ഇങ്ങോട്ട് കടന്നു വരുന്ന നേരത്ത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടാണല്ലോ അവിടുന്ന് വരുന്നത്, അങ്ങോട്ട് പൊയ്ക്കോ. സുൽത്താനുൽ ഹിന്ദായി അവരോധിച്ച് പറഞ്ഞയച്ചപ്പോ അവർ ഈ രാജ്യത്തിന്റെ അതിർത്തികൾ തേടി വരികയാണ്. അവിടെയാണ് നിങ്ങൾക്ക് മറയാനുള്ള ഇടം, അവിടെയാണ് നിങ്ങൾക്ക് ഹിന്ദിന്റെ രാജാവായി വിരാജിക്കാനുള്ള ഇടം. പൊയ്ക്കോ. ഈ അനുമതി മദീനയിൽ നിന്ന് കിട്ടി വന്നതാണ്. നമ്മുടെ രാജ്യത്ത് മറപ്പെട്ട മഹാരഥന്മാരെല്ലാം അവരുടെ നാടും അവരുടെ വീടും അവരുടെ ഇടപാടും എല്ലാം മാറ്റിവെച്ച് വന്നത് എന്തുകൊണ്ടാണ്? അല്ലാഹുവിന്റെ ദീന് സംരക്ഷിക്കാനാണ്, അത് പകർന്നു കൊടുക്കാനാണ്. ഔലിയാക്കളുടെ ചരിത്രം അത് പറഞ്ഞു തരുകയാണ്. പൊയ്ക്കോ, നിങ്ങളെ അവിടെ രാജാവായി അവരോധിക്കുകയാണ്. അവിടുന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ആ ദേശം എവിടെയാണ്? അങ്ങോട്ടുള്ള വഴി ഏതാണ്? പറഞ്ഞു തരൂ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത വഴിയും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്ത മാർഗവും കൊണ്ടവർ ഈ രാജ്യത്തിന്റെ അതിർത്തിയിലേക്ക് എത്തുമ്പോ രാജ്യത്തിന്റെ അതിർത്തി അടച്ചിരിക്കുകയാണ്. പക്ഷേ അവരുടെ ഗാംഭീര്യം കണ്ടപ്പോ നമ്മുടെ രാജ്യാതിർത്തിയിൽ കാവല് നിന്ന പട്ടാളം അവര് തുറന്നുപോയി. അവരെല്ലാവരും ആ ഗാംഭീര്യത്തിൽ മുഴുകി മാറി നിന്നുപോയി. അവരുടെ ഇടയിലൂടെ വരികയാണ്. കയ്യിലുള്ളത് തസ്ബീഹ് മാലയാണ്, ചുണ്ടിലുള്ളത് ദിക്റാണ്, കൂടെയുള്ളത് നോമ്പുകാരായ ഫഖീറുമാരാണ്. രാജാധികാരങ്ങൾ അതിർത്തിയോട് ചോദിച്ചു അത്രേ, ഈ രാജ്യത്തെ കന്യദേശത്തു നിന്ന് ആളുകൾ വരുന്ന നേരം നിങ്ങൾ എന്തുകൊണ്ട് തടഞ്ഞില്ല? നിങ്ങൾ എന്തുകൊണ്ടാണ് അവരെ തടയാതിരുന്നത്? അതിർത്തികളിൽ നിന്ന് പട്ടാളം വിളിച്ചു പറഞ്ഞു, അറിയുമോ, ഈ രാജ്യത്തേക്ക് വന്ന ആളുകളുണ്ടല്ലോ, അവര് കയ്യിൽ ആയുധങ്ങളും കൊണ്ടുവന്നവരല്ല, അവര് പ്രശ്നത്തിന് വന്നവരല്ല, അവര് യുദ്ധത്തിന് വന്നവരല്ല, അവരേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് തോന്നുന്നില്ല. അവരെ കാണാൻ എന്തു ചന്തമാണ്, അവരുടെ ശാന്തത എത്ര മനോഹരമാണ്. അവര് നമുക്ക് പ്രശ്നക്കാരല്ല. അതുകൊണ്ട് തുറന്നു കൊടുത്തു. അല്ലാഹുവിന്റെ ദിക്റ് കൊണ്ട് അടച്ചുപൂട്ടിയതെല്ലാം തുറന്നെടുത്തു ഖാജാ മൊയ്നുദ്ദീൻ. അല്ലാഹുവിന്റെ ദിക്റുകളെ മുറുകെ പിടിക്കേണ്ട കാലമാണ്. ഫദ്കുറൂനി അദ്കുറുകും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. നമ്മുടെ മുൻഗാമികളുടെ ചരിത്രം എപ്പോഴും പറഞ്ഞു തരുന്ന പാഠം അത് തന്നെയാണ്. അല്ലാഹുവിന്റെ മഹാരഥന്മാരായ നബിമാരിൽ നിന്നിങ്ങോട്ട് സകലരും പറഞ്ഞു വെച്ച പാഠം അതല്ലയോ? വിജയിക്കാനുള്ള മാർഗം അല്ലാഹുവിന്റെ സ്മരണയാണ്, ആ ദിക്റിൽ ലയിച്ചു ചേരലാണ്. ബദറിന്റെ മണ്ണിലേക്ക് ശത്രുക്കൾ വരുന്ന നേരം അല്ലാഹുവിന്റെ റസൂല് ചൊല്ലുകയായിരുന്നല്ലോ, യാ ഹയ്യൂ യാ ഖയ്യൂം. തീയിലേക്ക് അറിയപ്പെട്ട നേരം ഇബ്രാഹിം നബി ചൊല്ലുകയായിരുന്നല്ലോ, ഹസ്ബിയല്ലാഹ്. ഫറോവയുടെ സൈന്യത്തെ കണ്ടുമുട്ടിയ നേരമോ സയ്യിദുനാ മൂസാ നബി ചൊല്ലുകയായിരുന്നല്ലോ, ഇന്നി തവക്കൽതു അലല്ലാഹ്. മുൻഗാമികളുടെ മുഴുവനും ഇന്ധനം, ഇനി വരാനുള്ള മാർഗദർശികളും അവലംബിക്കുന്ന മാർഗം അത് അല്ലാഹുവിന്റെ സ്മരണയാണ്. പുതിയ കാലത്തെ പേടിപ്പെടുത്തുന്ന വർത്തമാനങ്ങൾ കേട്ടിട്ട് സങ്കടം തോന്നുന്നുണ്ടോ പ്രിയപ്പെട്ട മുസ്ലിമേ? നമ്മുടെ മുന്നിലുള്ള മാർഗം ദിക്റിന്റെ മാർഗമാണ്. ഒരു ഭാഗത്ത് പൗരത്വ ബില്ല്,
ഒരു ഭാഗത്ത് ഉമ്മീദ് പോർട്ടല്, ഒരു ഭാഗത്ത് വഖഫ് ബില്ല്, ഒരു ഭാഗത്ത് മറ്റു പ്രതിസന്ധികള്, ഒരു ഭാഗത്ത് SIR. മാലപ്പടക്കത്തിന് തിരികൊളുത്തിയതുപോലെ പ്രത്യേകം ഒരു വിഭാഗത്തെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങൾ വരുമ്പോ അവലംബിക്കാവുന്ന മാർഗമേതാണ്? തേടിയലയേണ്ടതില്ല. പടിയടച്ച് പിണ്ടം വെക്കാനുള്ള രാജകൽപ്പനകളുള്ള കാലത്ത് അതിനെ അതിജയിച്ചൊരു മാർഗം ഇവിടെ ബാക്കിയുണ്ട്. അതാരുടെ മാർഗമാണ്? ഖാജാ മുഈനുദ്ദീൻ റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് അജ്മീർ ഉറൂസുകൾക്ക് പ്രസക്തിയുള്ളത്. ഒരു ഭാഗത്ത് പുതിയ ഇത്തരം വർത്തമാനങ്ങളൊക്കെ വരുമ്പോ ഉമീദ് പോർട്ടലൊക്കെ നമ്മൾ വിചാരിച്ചത് നമ്മുടെ സ്വന്തം പൗരത്വം ചോദ്യം ചെയ്തപ്പോ നമ്മളൊക്കെ രംഗത്തിറങ്ങി. അള്ളാഹുവിന്റെ പള്ളികൾ, സുജൂദ് ചെയ്യുന്ന ഇടങ്ങളുടെ പ്രശ്നം വന്നപ്പോ എത്ര ആള് പ്രതികരിച്ചു നമ്മൾ ആലോചിച്ചോണ്ട്. അള്ളാഹുവിന്റെ ഭവനങ്ങൾ നഷ്ടപ്പെടുന്ന സാഹചര്യം വന്നപ്പോ നമ്മുടെ നാട്ടിലെ വഖഫ് ബോർഡിന്റെ കയ്യില് എല്ലാ രേഖകളും ഉണ്ട്. ഒരു നാട്ടിൽ എത്ര വഖഫ് സ്വത്തുണ്ട് എന്നതിന്റെ കൃത്യമായ രേഖകൾ നമ്മുടെ വഖഫ് ബോർഡിന്റെ കയ്യിലുണ്ട്. എല്ലാ പള്ളികളിൽ നിന്നും മാന്യമായ ഒരു വിഹിതം എല്ലാ വർഷവും വഖഫ് ബോർഡ് വാങ്ങുന്നുണ്ട്. പല പള്ളികളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയാണ് വാങ്ങുക. ഇതൊക്കെ ഓരോ സ്റ്റേറ്റിലെയും വഖഫ് ബോർഡിന്റെ കയ്യിലുള്ളപ്പോഴാണ് അതൊന്നും പറ്റില്ല. ഇനി ഒരു സെൻട്രൽ സംവിധാനത്തിൽ ഇതെല്ലാം ഈ വഖഫുകളൊക്കെ രജിസ്റ്റർ ചെയ്യണം. ഉമീദ് പോർട്ടൽ നിങ്ങളാരും മഹല്ല് ഭരണാധികാരികളല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഭാരവാഹികളല്ലാത്തത് കൊണ്ട് അറിയാത്തതാണ്. ഉമീദ് പോർട്ടൽ തുറന്നു ചെല്ലുമ്പോൾ നമ്മുടെ പള്ളികളുടെ ഒക്കെ ആധാരം അതിൽ സബ്മിറ്റ് ചെയ്യണം. അവിടെ ഒരു ചോദ്യമുണ്ട്, ഈ വഖഫ് ആരാണ് ചെയ്തത്? വഖഫ് ചെയ്ത ആളിന്റെ മതം ഏതാണ്? ആലോചിച്ചു. വ്യത്യസ്തങ്ങളായ മതവിഭാഗങ്ങൾ താമസിക്കുന്ന വിവിധങ്ങളായ മതങ്ങൾക്ക് അവരുടെ ആരാധനാലയങ്ങളുള്ള ഒരു രാജ്യമാണ് നമ്മുടെ. ഒരു പൗരൻ അവന്റെ സമ്പത്ത് എങ്ങനെയും ചെലവഴിക്കാം, ആർക്കും കൊടുക്കാം, ആരോടും ബോധിപ്പിക്കേണ്ടതില്ല. പക്ഷേ മുസ്ലിങ്ങളുടെ വഖഫ് സ്വത്തുമായി ബന്ധപ്പെട്ട ചോദ്യം വരുമ്പോ അവിടെയുള്ള പോർട്ടലുള്ള ഒരു ചോദ്യമാണ്, ഈ വഖഫ് സ്വത്ത് വഖഫാക്കി തന്ന ആളിന്റെ മതം. നിങ്ങളുടെ വഖഫ് സ്വത്തും മറ്റാരെങ്കിലുമായി കേസ് നടക്കുന്നുണ്ടോ? കേസ് നടക്കുന്നുണ്ടെങ്കിൽ ആ കേസ് നടത്തുന്ന വ്യക്തിയുടെ മതം ഏതാണ്? സഹോദരങ്ങൾ മനസ്സിലാക്കാൻ അവിടെ ഈ ആധാരം സമർപ്പിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ എളുപ്പമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഖാജാ തങ്ങളെ മദ്ഹാണ് പറയുന്നത്. ഖാജാ മൊയ്നുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹുവിന്റെ ദർഗയ്ക്ക് എത്ര കാലത്തെ പഴക്കമുണ്ട്? എത്ര വർഷം? 8 നൂറ്റാണ്ടായി ഈ രാജ്യത്ത് തല ഉയർത്തി നിൽക്കുന്ന ഇടമാണ് ഖാജാ തങ്ങളുടെ ദർബാർ. ഡൽഹി ജുമാ മസ്ജിദിന് എത്ര കാലത്തെ പഴക്കമുണ്ട്? നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത് 947 ഓഗസ്റ്റ് 15-നല്ലേ? അതിനു മുമ്പ് 1400 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള പള്ളി ചേരമാൻ പള്ളി നമ്മുടെ നാട്ടിലില്ലേ? കണ്ണൂർ ജില്ലയിലെ മാടായി പള്ളിയിലെ ഹിജറ 5-ൽ കണ്ണൂർ ജില്ലയിലെ മാടായി പള്ളി വെച്ച വർഷം ഹിജറ 5 1400 കൊല്ലം പഴക്കമുള്ള പള്ളിയുണ്ട്. ഇതിന്റെ ആധാരം ആര് തരും? അവിടെയാണ് ഞാൻ പറഞ്ഞത്, സ്വന്തം വ്യക്തിത്വവും പൗരത്വവും ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ പുറത്തേക്ക് നമ്മൾ പലരും ഇറങ്ങി. പക്ഷേ അള്ളാഹുവിന്റെ വഖഫ് സ്വത്തുകൾക്ക് വേണ്ടി കനപ്പെട്ട ശബ്ദമുയർത്താൻ പലപ്പോഴും നമുക്ക് കഴിഞ്ഞില്ല. അതിനെക്കുറിച്ച് ആലോചിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. അല്ലാഹു തആല അവന്റെ പരീക്ഷണങ്ങളെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ സുജൂദ് ചെയ്യുന്ന ഇടം, നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഖബറടക്കിയ ഇടം, ഇതൊക്കെയും ഭാവിയിൽ അന്യാധീനപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മുന്നിലുള്ള വലിയൊരു ചരിത്രം അത് ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ്. പ്രതിബന്ധങ്ങളൊക്കെ അവർ പൊട്ടിച്ചു കളഞ്ഞത് എങ്ങനെയാണ്? മുദ്രാവാക്യങ്ങൾ കൊണ്ടായിരുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള വിപ്ലവങ്ങൾ അഴിച്ചുവിട്ടിട്ടല്ല, രാജ്യത്തെ സമാധാനം തകർത്തിട്ടല്ല. അള്ളാഹുവിന്റെ ദിക്റിലായി അവർ ലയിച്ചത് കൊണ്ടാണ്, അള്ളാഹുവിനെ മുറുകെ പിടിച്ചവർ ജീവിച്ചത് കൊണ്ടാണ്. അതിനപ്പുറം ഒരു ഉത്തരം കണ്ടെത്താനില്ല. ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളെ തുരത്തി ഓടിക്കാൻ, അവരെ ഇബാദത്ത് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ആട്ടിയകറ്റാൻ എത്ര ശ്രമങ്ങൾ നടന്നു. അവിടെയല്ലേ ഞാൻ പറഞ്ഞത് സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം ഓർമ്മ വരുന്നത്. പാമ്പുകളെ കൊണ്ട് സാഹിരീങ്ങളായ ആളുകൾ വന്ന് മൂസാ നബിയെ പരിശോധിച്ച സംഭവം ഖുർആൻ പറയുന്നില്ലേ? ഖാജാ തങ്ങളുടെ മുന്നിലേക്ക് അതുപോലെ എത്ര പ്രതിബന്ധങ്ങൾ വന്നു, എത്ര സാഹിരീങ്ങൾ വന്നു, മാരണക്കാരും ജാലവിദ്യക്കാരും വന്നു. ബഹുമാനപ്പെട്ടവരെ ഇല്ലായ്മ ചെയ്യാൻ ഏതെല്ലാം തരത്തിലുള്ള ശ്രമങ്ങൾ നടന്നു. അതിനെല്ലാം ഹസ്ബിയല്ലാഹ്, ഈ
ഈ രാജ്യത്ത് ജീവിക്കുന്ന കോടാനകോടി വരുന്ന മനുഷ്യരെ അതിജീവനത്തിന്റെ പാട്ടിതാ അജ്മീറിന്റെ മാമലയിൽ നിന്ന് കേൾക്കുന്നുണ്ട്. ഖാജാ മൊയ്നുദ്ദീന്റെ ചരിത്രം നമ്മുടെ കൂടെയുണ്ട്. ആട്ടിയോടിക്കാൻ, സുജൂദ് ചെയ്യാതെ ഇരിക്കാൻ, വുളൂ ചെയ്യാതെ ഇരിക്കാൻ, അല്ലാഹുവിന്റെ നാമം ഉരുവിടാതെ ഇരിക്കാൻ, ഇവിടെ താമസിക്കാതെ ഇരിക്കാൻ, കുതന്ത്രങ്ങൾ ഒരുക്കി കാത്തിരുന്നവരെ അട്ടിമറിച്ച ചരിത്രം ഈ രാജ്യത്തിന്റെ നെറുകയിൽ തല ഉയർത്തി നിൽക്കുന്നുണ്ട്. ഒന്ന് തിരിഞ്ഞു നോക്കൂ. പ്രയാസങ്ങളുടെ, പ്രതിസന്ധികളുടെ പർവ്വം അഭിമുഖീകരിക്കുന്ന നേരത്ത് അതിജീവനത്തിന്റെ പാട്ടു കേൾക്കേണ്ടത് അജ്മീറിൽ നിന്നാണ്, ഖാജാത്തങ്ങളിൽ നിന്നാണ്. ആ ജീവിതം നമുക്കുള്ള പാഠമാണ്. ഈ രാജ്യത്ത് ജീവിക്കുന്ന കോടാനകോടി വരുന്ന മുസൽമാന്റെ ഹൃദയാന്തരങ്ങളിൽ ഇന്ധനം നിറച്ചു തരുന്ന ചരിത്രമാരുടേതാണ്. ഈ രാജ്യത്തിന്റെ സർവാധികാരങ്ങളും 40 പേരെയും ഒരു ഫക്കീറിനെയും തടയാൻ ശ്രമിച്ച നേരം അതെല്ലാം വകഞ്ഞു മാറ്റി ഹിദായത്തിന്റെ വെളിച്ചം ഇവിടെ ഊട്ടിയവരെ സുൽത്താനുൽ ഹിന്ദ് ഖാജാ അവരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ഇതൊക്കെ തരണം ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇപ്പോഴാണ് നമ്മൾ അജ്മീർ ഉറൂസിന്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത്. ആ ചരിത്രം നമുക്കെല്ലാം പറഞ്ഞു തരും. എല്ലാ നിലയിലും പ്രതിരോധിക്കാനുള്ള ഇന്ധനം അവിടുന്ന് നമുക്ക് കാണിച്ചു തരും. ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾ സ്വന്തം പറഞ്ഞതല്ല, സുൽത്താനുൽ ഹിന്ദാണെന്ന്. അത് ലോകപ്രവാചകർ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്ദേശമാണ്. ഞാൻ എന്റെ വർത്തമാനം അവസാനിപ്പിക്കുന്നു. ഈ നാട്ടിൽ ജീവിച്ചിരുന്ന വലിയ പ്രമാണിമാർ, മുൻകഴിഞ്ഞു പോയ രാജാക്കൾ, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ചരിത്രത്തിൽ പലരെയും. അവർ പലരും അംഗീകരിച്ച യാഥാർത്ഥ്യമാണ് ഹിന്ദിന്റെ സുൽത്താൻ ബഹുമാനപ്പെട്ട ഖാജാ മൊയ്നുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു. ഞാൻ എന്റെ അജ്മീർ ഉറൂസ് പ്രഭാഷണങ്ങളിൽ സ്ഥിരം പറയാറുണ്ട്, മഹാനരായ ഖാജാ തങ്ങളുടെ അടുക്കലേക്ക് ഇന്ത്യ ചരിത്രത്തിന് സമ്മാനിച്ച മഹോന്നതനായ മനുഷ്യരിൽ ഒരാൾ എന്ന് പറയുന്ന ദ ഗ്രേറ്റ് അക്ബർ എന്നാണ് പറയാ. അക്ബർ വളരെ ചെറിയ പ്രായത്തിൽ ഇന്ത്യയുടെ അധികാരത്തിലെത്തിയ മനുഷ്യനാണ്. അക്ബർ തന്റെ മനസ്സിലൊരു വലിയ സങ്കടം ഉണ്ടായിരുന്നു. അക്ബറിന് ആൺകുട്ടികൾ ഉണ്ടായിരുന്നില്ല. തന്റെ അധികാരത്തിൽ ഇനി ഇരിക്കാൻ ഒരു ആൺകുട്ടി വേണം, തന്റെ വാരിസായി പിൻഗാമിയായ ഒരു ആൺകുട്ടിയെ വേണമെന്ന് ആഗ്രഹിച്ചു കുറെ നടന്നു. ഒരിക്കൽ വഴിയിലൂടെ പോകുന്ന സമയത്ത് വഴിയിൽ ഒരു സൂഫി വര്യനായ മനുഷ്യനെ കണ്ടു. സലീം ചിശ്തി എന്ന പേരുള്ള മഹാനരായ ഖാജാ തങ്ങളുടെ ആത്മീയ മാർഗത്തിൽ കൂടി ഒരു മനുഷ്യനെ കണ്ടെത്തി. അദ്ദേഹത്തോട് പറഞ്ഞു, എന്റെ മനസ്സിലൊരു വലിയ സങ്കടമുണ്ട്. എന്റെ മനസ്സിലുള്ള സങ്കടം എനിക്ക് ശേഷം എന്റെ അധികാരത്തിൽ ഇരിക്കാൻ ഒരു ആൺകുട്ടിയില്ല എന്നുള്ളതാണ്. സലീം ചിശ്തി അക്ബറിനോട് പറഞ്ഞു, രാജാവിനോട് പോയി പരാതി പറഞ്ഞോ, പരിഹാരം തരും ഉറപ്പാണ്. അക്ബർ ചോദിച്ചു, ഞാനല്ലയോ രാജാവ്? ഞാനല്ലയോ ഹിന്ദിന്റെ രാജാവ്? ഞാനല്ലയോ പട്ടാളമുള്ള മന്ത്രിമാരുള്ള രാജാവ്, അതിർത്തികളുള്ള രാജാവ്? എന്നെയല്ലയോ ബാദ്ഷാ എന്ന്, ഷഹൻഷാ എന്ന് വിളിക്കുന്നത്? ഞാനല്ലയോ രാജാവെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, അല്ല, മദീന ഈ രാജ്യത്തിനൊരു രാജാവിനെ തന്നിട്ടുണ്ട്. നടന്നോ, അജ്മീറിലേക്ക് ചെന്നോ, പരിഹാരം പറഞ്ഞോ. കേട്ടിട്ട് അക്ബർ വെറുതെ തിരിച്ചു പോരുന്നില്ല. തന്റെ കിരീടവും തന്റെ ചെരുപ്പുകളും തന്റെ സിംഹാസനത്തിന്റെ ചാരത്തഴിച്ചു വെച്ചു. ഇന്ത്യ ലോകത്തിന് സമ്മാനിച്ച, ലോകം കണ്ട അതുല്യരായ ചക്രവർത്തിമാരിൽ ഒരാൾ, ഇന്ത്യ ചരിത്രത്തിലെ അതുല്യനായ അക്ബർ തന്റെ 2 ചെരുപ്പുകളും അഴിച്ച് സിംഹാസനത്തിന്റെ അരിയിൽ വെച്ചു. തന്റെ തലപ്പാവ് ധരിച്ചിരുന്ന തലപ്പാവെടുത്ത് താഴെ വെച്ചു. കിരീടങ്ങൾ അഴിച്ചു വെച്ചു. നടക്കുകയാണ് അജ്മീറിലേക്ക് രാജാവിനെ തേടി. ഖാജാ, മേരെ ഖാജാ. ഖാജാ തങ്ങളുടെ ദർബാർ തേടിച്ചെന്നു അക്ബർ. ആ വണ്ണമായ ദർബാറിൽ നിന്ന് കരഞ്ഞു അക്ബർ. തേടി പറഞ്ഞു, അക്ബർ, എനിക്കൊരു മകനെ തരണം. അല്ലാഹുവിനോട് ദ്വാരക്കുകയാണ്.
ഖാജാ തങ്ങളുടെ മദദ് തേടുകയാണ്. ഖുർആൻ പറഞ്ഞില്ലയോ, മഹാനരായ സക്കരിയ നബി അലൈഹിസ്സലാം തേടിയെന്ന് കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ് വജദ ഇൻദഹാ റിസ്ഖാ ഖാല യാ മറിയം അന്നാ ലകി ഹാദാ ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ്. മറിയം ബീവിയെ കാണാൻ ചെന്ന നേരത്ത് ആകാശത്തു നിന്ന് വന്ന തളിക കണ്ടം പരന്നിട്ട് സക്കരിയ നബി അലൈഹിസ്സലാം ചോദിച്ചില്ലയോ, ഇതെവിടെ നിന്നാണ് മോളെ മറിയമേ? അല്ലാഹുവിൽ നിന്നാണ് തങ്ങളെ. ഉടനെ മനസ്സിലാക്കി ഈ മറിയം വെറും ഒരു പെണ്ണല്ല. هنالك دعا زكريا ربه قال رب هب لي من لدنك ذرية طيبة. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ കറാമത്ത് സംഭവിച്ച ഇടത്തുനിന്ന് ദുആ ചെയ്തിട്ട് സക്കരിയ നബിക്ക് കിട്ടിയ മകനാണ് സയ്യിദൻ വഹസൂറാ വനബിയ്യൻ മിനസ് സാലിഹീൻ നബിയുല്ലാഹി യഹ്യാ അലൈഹിസ്സലാം. പരിശുദ്ധ ഖുർആൻ ചരിത്രം പറയുന്നു. സക്കരിയ നബി അലൈഹിസ്സലാം ദുആരുന്നത് മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ കറാമത്ത് സംഭവിച്ച ഇടത്തുനിന്നാണ്. അല്ലാഹുവിന്റെ ആരിഫീങ്ങളുടെ സാദാത്തുക്കളുടെ മഹാന്മാരായ മഹത്തുക്കളുടെ അരികിൽ നിന്ന് ദുആരക്കുമ്പോൾ അല്ലാഹു ഉത്തരം നൽകും. അവരുടെ ദർബാറിൽ നിന്നുകൊണ്ട് ചോദിച്ചു, എനിക്കൊരു മോനെ തരണം, എനിക്കൊരു മകനെ തരണമെന്ന് ഉള്ളു പൊട്ടി പറഞ്ഞ് നഗ്നപാതനായി അക്ബറിന്റെ കരച്ചിൽ മുഴങ്ങി അജ്മീറിന്റെ മണ്ണിലെ കിരീടമില്ലാത്ത അക്ബർ, കാലിൽ ചെരുപ്പ് ധരിക്കാത്ത അക്ബർ തന്റെ സന്നിധാനത്തിലേക്ക് തിരിച്ചുപോയി. കൊല്ലം ഒന്ന് കഴിയുമ്പോ അക്ബറിന് കിട്ടി. അല്ലാഹു തആല ഒരാൺകുട്ടിയെ കൊടുത്ത അക്ബറിനെ സമാധാനിപ്പിച്ചു. അക്ബർ ചക്രവർത്തിയുടെ മകനാണ്. ആരാ അക്ബറിന്റെ മകനാരാ? ആരാ അക്ബറിന്റെ മകൻ? ആ പറയുന്ന ആരാ അക്ബറിന്റെ മകനാരാ? നമ്മുടെ ഈ രാജ്യത്തിന്റെ ചരിത്രമൊക്കെ നല്ല ശരിക്കും പഠിക്കേണ്ട ഒരു കാലത്താണ്. കാരണം രാജ്യചരിത്രത്തിൽ നമ്മുടെ മുൻഗാമികളെയൊക്കെ വെട്ടി കളയുന്ന കാലത്ത് നമുക്ക് പോലും ചരിത്രം അറിയാതെ വന്നാലും. ആരാണ്? ജഹാംഗീർ. ആ മാഷാ അല്ലാഹ്. എന്താ നിങ്ങളുടെ പേര്? കേട്ടില്ല. മുസ്തഫ. ആ അൽഹംദുലില്ലാഹ്. അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. സർക്കാരിലാണ് ജോലി ചെയ്യുന്നുണ്ട്? സർവീസിൽ ഇല്ല. ജഹാംഗീർ എന്ന മകന് ആദ്യമായി അക്ബർ ഇട്ട പേര് സലീം ചിഷ്തി എന്നായിരുന്നു. പിന്നീട് ജഹാംഗീർ ആയി മാറി എന്ന് ചരിത്രത്തിൽ കാണാം. നമ്മൾ ഈ ചരിത്രങ്ങളൊക്കെ പഠിക്കേണ്ടതാണ്. ബാബർ എഴുതിയ കത്ത്, ഹുമയൂണിന് എഴുതിയ കത്ത് ഭോപ്പാൽ ആർക്കൈവ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആ കത്തിൽ കാണാം, ബാബർ ഹുമയൂണിനോട് പറഞ്ഞു, ഈ രാജ്യം എല്ലാ മതസ്ഥരുള്ള രാജ്യമാണ്, എല്ലാ മതസ്ഥരുടെയും താല്പര്യം സംരക്ഷിച്ചുകൊണ്ടാണ് ഭരണം നടത്തേണ്ടത് എന്ന് ബാബർ ചക്രവർത്തി എഴുതിയ കത്ത് ഇപ്പോഴും, ബാബറിന്റെ മകനാണ് ഹുമയൂൺ, ഇപ്പോഴുണ്ട്. നമ്മളൊക്കെ ചരിത്രം നല്ലതുപോലെ പഠിക്കുകയും ചരിത്രത്തെ നന്നായി മനസ്സിലാക്കുകയും കൂടുതൽ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുകയും വേണം. കൂട്ടത്തിൽ പറയാനുള്ളത്, നന്നായി പഠിച്ച് സർക്കാർ സംവിധാനങ്ങളിലൊക്കെ ജോലികൾ കരസ്ഥമാക്കാൻ നമ്മൾ ശ്രമിക്കണം. നമ്മൾ കരസ്ഥമാക്കാനിട്ട് തന്നെ മുസ്ലിങ്ങളെല്ലാം കൊണ്ടുപോകുന്നതിനാണ് വെള്ളാപ്പള്ളി നിലവിളിക്കുന്നത്. എല്ലാ മുസ്ലിങ്ങൾ കൊണ്ടുപോവാണ്. മുസ്ലിങ്ങൾ എന്തൊക്കെ അർഹതയില്ലാത്തത് നേടിയെന്നാണ്. ഇവിടെ വർഗീയത ഉണ്ടാക്കാൻ, മനുഷ്യരുടെ ഇടയിൽ തമ്മിൽ തെറ്റിപ്പുണ്ടാക്കാൻ. ആലോചിച്ച് നോക്കൂ, കേരളത്തിലെ മുഴുവൻ കോളേജുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒക്കെ ലിസ്റ്റ് എടുത്താൽ മുസ്ലിങ്ങളുടെ ജനസംഖ്യ ആനുപാതികമായി മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടതുപോലും കിട്ടിയിട്ടില്ല. നമുക്ക് അവകാശപ്പെട്ടതുപോലും കിട്ടിയിട്ടില്ല. ഓരോ മേഖലയും നമ്മൾ സുദീർഘമായി പരിശോധിച്ച് നോക്കൂ. കേരളത്തിലെ വിവിധ ജില്ലകളിലെ ബസ് ഡിപ്പോകളുടെ കണക്ക്, ഏറ്റവും അധികം ജനസംഖ്യയുള്ള മലപ്പുറം ജില്ലയിലെ KSRTC ബസ് ഡിപ്പോകളുടെ കണക്കുമായി തട്ടിച്ചൊന്ന് വായിച്ചു നോക്കൂ. സർവീസുകൾ വായിച്ചു നോക്കൂ. അവിടെ എല്ലാം വ്യക്തമായി നമുക്ക് മനസ്സിലാകും. അർഹമായതുപോലെ നേടാൻ പറ്റാത്ത ആളുകളാണ് നമ്മൾ. നമുക്ക് അർഹതപ്പെട്ടത് ഒരുപാട് കിട്ടാനുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ പറയുമ്പോഴാണല്ലോ നമുക്ക് ഇന്നാലിന്ന പൊസിഷനുകളിൽ എത്താനുണ്ടായിരുന്നു എന്ന് മനസ്സിലാവുക. മുസ്ലിം ഉമ്മത്ത് ഈ വെല്ലുവിളികളെ ഏറ്റെടുത്ത് നന്നായി പഠിക്കുകയും നന്നായി മനസ്സിലാക്കുകയും ഇത്തരം സാഹചര്യങ്ങളെ തരണം ചെയ്യുകയും വേണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാനിന്ന് മുഴുവൻ ഖാജാ തങ്ങളെ മദ്ഹ് പറയണം, ഒരു ഭൗതിക വിഷയങ്ങളും പറയരുത് എന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. ഞാൻ ഇന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാലിസ്താവുണ്ടോ? നിങ്ങളെ പെങ്ങളെ മകന്റെ പേരെന്താ? സഫ്വാനാണെന്ന് തോന്നുന്നു. എന്നോട് പറഞ്ഞു, നിങ്ങളെ വാളില് മുഴുവൻ, അതായത് ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്നത് മൊത്തം ഭൗതിക പ്രസംഗങ്ങളുടെ ക്ലിപ്പുകളാണല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ അത്തരം പ്രസംഗങ്ങളാണ് കൂടുതൽ ആളുകൾ കേട്ടിട്ടുള്ളത്, അതുകൊണ്ടാണ്.
ഞാൻ ഇൻഷാ അല്ലാഹ് ഇന്നതൊന്നും പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഖാജ തങ്ങളുടെ മദദ് അല്ലാഹു നൽകുമാറാകട്ടെ. കാലഘട്ടത്തിന്റെ വെല്ലുവിളി മനസ്സിലാക്കിക്കൊണ്ട് മുസ്ലിം ഉമ്മത്ത് രംഗത്തേക്ക് വരികയും കാര്യമായി പഠിക്കുകയാണ്. മഹല്ലത്തുകളിൽ അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. മുസ്ലിം പ്രബോധകന്മാർ ഇത്തരം കാര്യങ്ങൾ നമുക്ക് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണം. മൊയ്നിയയുടെ ഉസ്താദുമാർ, അതുപോലെ മൊയ്നിയയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ പുതിയ കാലത്ത് നമ്മുടെ മഹല്ലത്തുകളിൽ അനുഭവിക്കേണ്ടി വരുന്നത് വലിയ പ്രതിസന്ധികളാണ്. ഞാൻ സേവനം ചെയ്യുന്ന മഹല്ലിൽ 1,00,000-ലധികം ബംഗാളികൾ ജോലി ചെയ്യുന്നുണ്ട്. ബംഗാളിൽ നിന്ന് മാത്രമല്ല, നമ്മളെല്ലാരെയും ബംഗാളി എന്നാ പറയാം. ആസാമിൽ നിന്ന്, ബീഹാറിൽ നിന്ന്, ജാർഖണ്ഡിൽ നിന്ന് 1,00,000-ലധികം ബംഗാളികൾ. അങ്ങനെ ഒരു ചെറിയ റേഡിയസിൽ അത്രയും ബംഗാളികൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലം കേരളത്തിൽ ഉണ്ടാവില്ല. ബഹുമാനപ്പെട്ട സുഹൃത്ത് വന്നിട്ടില്ലേ അവിടെ? ആ മഹലിൽ വന്നിട്ടുണ്ട് ഒരിക്കലും. അവിടെ 3000 വീടുകളുണ്ട്. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ കണ്ടന്തറ എന്ന മഹലാണ്. അള്ളാഹു മഹൽ നിവാസികൾക്ക് അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. അവിടെ നമുക്ക് പ്രബോധനം ചെയ്യേണ്ടി വരുമ്പോൾ ഞാൻ എൻ്റെ പുതിയ കാല പ്രബോധകരോട്, മൊയ്നികളോട്, അതുപോലെ പ്രിയപ്പെട്ട ഹാഫിളുകളായ മക്കളോട് പറയുകയാണ്, നമ്മുടെ നാട്ടിലേക്ക് അന്നം തേടി വരുന്ന അത്തരം മനുഷ്യരെ അവർക്ക് വേണ്ട ഇർഷാദാത്തുകൾ നൽകാൻ, അവർക്ക് വേണ്ട പ്രൊജക്ടുകൾ രൂപപ്പെടുത്താൻ, അവരുടെ മക്കളെ കൈപിടിക്കാൻ ഞങ്ങളുടെ മഹല്ല് സംവിധാനം അവരുടെ കുട്ടികൾക്ക് കഴിഞ്ഞ റമദാൻ മുതൽ മദ്രസ സംവിധാനം ഏർപ്പെടുത്തി. നമ്മുടെ നാട്ടിൽ മദ്രസയിൽ കുട്ടികൾ വന്ന് പഠിക്കുന്നത് പോലെ മദ്രസയിൽ കുട്ടികൾ വന്ന് പഠിക്കുന്നു. അവർക്ക് അവരുടെ ഭാഷയിൽ പ്രബോധനം ചെയ്തു കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഈ ഒരുക്കിയ സംരംഭങ്ങളെല്ലാം ഖാജാ തങ്ങൾ നമ്മെ ഏൽപ്പിച്ച ദൗത്യത്തെ ജനങ്ങളിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ത്യാഗങ്ങളെല്ലാം. ജാമിഅ മൊയ്നിയ നിങ്ങളൊക്കെ വിചാരിക്കണം അജ്മീറിൽ വളരെ സുഖമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണെന്നല്ല. ബഹുമാനപ്പെട്ട മുജീബ് ഉസ്താദും മറ്റുസ്താദുമാരും ബഹുമാനപ്പെട്ട ഫാറൂഖ് നഈമി ഉസ്താദ് ഉൾപ്പെടെയുള്ള അതിന്റെ നേതൃത്വവും അഹോരാത്രം പണിപ്പെട്ടിട്ട് കഷ്ടപ്പെട്ട് നടക്കുന്ന ഒരു സ്ഥാപനമാണ് ജാമിഅ മൊയ്നിയ. അതിലെ വിദ്യാർത്ഥികൾ ചെയ്യുന്നത് അവരുടെ പഠന സമയം കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം ഗല്ലികളിലേക്ക് ഇറങ്ങിയിട്ട് ദഅവത്ത് ചെയ്യുകയാണ്. പല സ്ഥലങ്ങളിൽ, പലയിടങ്ങളിൽ ഭാഷ ശരിയാക്കി ആ ഭാഷയും കൊണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ തന്നെ ദഅവത്ത് ആവശ്യമായി വരുന്ന സാഹചര്യത്തിലാണുള്ളത്. അവരുടെ ഭാഷ ശരിയാക്കി അലിഫ് പോലും അറിയാത്ത കുട്ടികളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഹൃദയങ്ങളിലേക്ക് അല്ലാഹുവിനെയും റസൂലിനെയും പഠിപ്പിച്ചു കൊടുത്ത് അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടതെല്ലാം പകർന്നു കൊടുത്ത് ഓരോ മൊയ്നിമാരും ഖാജാ തങ്ങളുടെ പകർപ്പാവാൻ ശ്രമിക്കുകയാണ് മൊയ്നിയ എന്ന സ്ഥാപനത്തിലൂടെ. ഖാജാ തങ്ങൾ നമുക്ക് കൈമാറി തന്ന ആ ദഅവത്തിന്റെ വെളിച്ചത്തെ കൊൽക്കത്തയിൽ, പഞ്ചാബിൽ, ഹരിയാനയിൽ, മുംബൈയിൽ, നമ്മുടെ കേരളത്തിലെ വിവിധ മഹല്ലുകളിൽ ജോലി ചെയ്യുന്ന മൊയ്നിമാരുണ്ട്, സേവനം ചെയ്യുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരുണ്ട്. അല്ലാഹു അവരുടെയൊക്കെ സേവന പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. ആ സ്ഥാപനത്തിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയി ജോലി ചെയ്യുന്ന ഇത്തരം ദാഇകളെ വളർത്തിയെടുക്കുന്ന മഹാന്മാരായ ഉസ്താദുമാരുണ്ട്. അല്ലാഹു അവർക്കൊക്കെയും അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. അല്ലാഹു അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. അപ്പൊ നമ്മുടെ പ്രവർത്തനങ്ങളുടെ പരിധി വലുതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ എല്ലാവരും ഉള്ളത്. ആ പരിധി തിരിച്ചറിഞ്ഞ് ഓരോ മഹല്ലത്തുകളിലും, ഈ അടുത്ത സമയത്ത് മഹല്ലിൽ വന്ന ഒരു പരാതിയാണ്, സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥി മദ്രസയിൽ വരുമ്പോൾ ക്ലാസ്സുകൾ മനസ്സിലാവുന്നില്ല. ചോദിച്ചപ്പോ ആ കുട്ടി പഠിക്കുന്നത് നല്ല നിലവാരമുള്ള ഒരു സ്കൂളിലാണ്, അവിടെ സംസാരിക്കുന്നത് ഇംഗ്ലീഷാണ്. ചെറിയ ക്ലാസ്സിൽ വരുമ്പോ മദ്രസയിൽ പറയുന്ന മലയാളം ആ കുട്ടിക്ക് പൂർണ്ണമായി മനസ്സിലാകുന്നില്ല. അതിന് ആ പാരന്റ് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ പാരന്റ്സിൽ നിന്ന് വരുന്ന ഒരു സജഷൻ, ഇംഗ്ലീഷിൽ ഈ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കാൻ പറ്റിയ ഒരു ഉസ്താദിനെ വേണം. ആലോചിച്ച് നോക്കൂ. ബംഗാളികളായ കുട്ടികൾ ഒരു ഭാഗത്ത്, അവർക്ക് ബംഗാളി ഇത്തരം വിഷയങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ ആളുകൾ വേണം. നമ്മുടെ രാജ്യവും സമൂഹവും വളരുന്നതിനനുസരിച്ച് ഈ പ്രതിബന്ധങ്ങളുടെയും നമ്മുടെ ദഅവത്തിന്റെയും വിശാലമായ ലോകം തുറന്നു വരികയാണ്. അതുകൊണ്ട് ഞാൻ ചെറുപ്പക്കാരോട് പറയുന്നത്, ധാരാളം നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം പഠിക്കുക, നമ്മുടെ രാജ്യത്തിന്റെ വർത്തമാനത്തെ മനസ്സിലാക്കുക, മുൻഗാമികളുടെ ചരിത്രം പഠിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഖാജാ മൊയ്നുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു, അവിടുത്തെ കറാമത്തുകൾ പറയാനേറെയുണ്ട്, അതുപോലെ അവിടുത്തെ ജീവിതത്തിൽ നിന്ന് പകർത്താനും നമുക്കേറെയുണ്ട്. സദാ അല്ലാഹുവിന് ഖുർആൻ പാരായണത്തിലായി ജീവിതം നയിച്ചവരാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഖാജാ തങ്ങള്. അവിടുത്തെ ഖുർആൻ പാരായണം അതൊരു വല്ലാത്ത അനുഭൂതിദായകമായ ഖുർആൻ പാരായണമാണ്. അവിടുന്ന് ഓരോ പകലിലും ഖുർആൻ ഓതുകയാണ്. അതാ ഈ തിരക്കുകളുടെ ഇടയിൽ, പ്രബോധന പ്രവർത്തനങ്ങളുടെ ഇടയിൽ, പ്രയാസങ്ങളുടെ ഇടയിൽ ഓരോ ദിവസവും പരിശുദ്ധമായ ഖുർആൻ ഓതി പൂർത്തീകരിക്കുകയാണ്. വെറും ഒരു പൂർത്തീകരണമല്ല, ഓരോ തവണയും അവരോദിത്തീരുമ്പോ ആകാശത്തു നിന്നവര് കേൾക്കുകയാണ്, ഖബിൽനാ
ഖത്മക യാ മുഈനദ്ദീൻ, നിങ്ങളുടെ ഖത്മ സ്വീകരിച്ചു പോയി. ഈ പ്രയാസങ്ങളുടെ ഇടയിലും അവർ ഖുർആൻ ഓതുകയാണ്. അതിലാണ് അവരുടെ ജീവിതമുള്ളത്. പ്രിയപ്പെട്ട മുഅ്മിനേ, പ്രതിസന്ധികൾ വരുമ്പോ ഖുർആനിനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കണം. 2 ദിവസം മുമ്പ് ഇസ്രായേൽ കൊന്നുകളഞ്ഞ ഫലസ്തീനിലെ അറിയപ്പെട്ട പോരാളി ആയിരുന്നല്ലോ അബൂ ഉബൈദ. ഫലസ്തീനിൽ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ട അബൂ ഉബൈദ. അദ്ദേഹത്തിന്റെ ചരിത്രം വായിക്കുമ്പോ അബൂ ഉബൈദയുടെ മകൻ എഴുതുകയാണ്, വെള്ളിയാഴ്ച എന്റെ ഉപ്പയ്ക്ക് വേണ്ടി നിങ്ങൾ മയ്യത്ത് നിസ്കരിക്കണം. അതിന്റെ ചാരയാൾ എഴുതുകയാണ്, എന്റെ ഉപ്പ ലോകത്തെ ഏറ്റവും വലിയ ചാര സംവിധാനങ്ങൾ അയാളെ തിരക്കി നടന്നു. വലിയ അത്യാധുനിക ആയുധങ്ങളും കൊണ്ട് പട്ടാളങ്ങൾ നടന്നു. ആരാണ് ഫലസ്തീനിൽ ഈ പോരാട്ടം നടത്തുന്നതെന്ന് നോക്കി നടന്നു. അതിന്റെ ഇടയിൽ ജീവിച്ച എന്റെ ഉപ്പയുടെ ജീവിതം എങ്ങനെയാണെന്നറിയുമോ? 2-3 രാത്രികൾ കൂടുമ്പോ ഖുർആൻ ഓതി തീർത്ത ജീവിതമാണ്. അവിടുന്ന് ഈ പ്രയാസങ്ങളുടെ ഇടയിലും 2-3 രാത്രികൾ കഴിയുമ്പോ ഖുർആൻ ഓതി തീർത്ത ജീവിതമാണ്. അബൂ ഉബൈദയുടെ മകൻ പറയുകയാണ്, നമ്മെ തേടി ഒരു ചാരക്കണ്ണും വരാനില്ല, നമുക്കൊരു പ്രതിബന്ധങ്ങളുമില്ല, നമ്മെ അലട്ടുന്ന പ്രശ്നങ്ങളില്ല, ബോംബുകൾ വീഴാനില്ല, ജീവനും കയ്യിൽ പിടിച്ചോടേണ്ട സാഹചര്യമില്ല. ചെറുപ്പക്കാരെ, ഉപ്പമാരെ, ഉമ്മമാരെ, ഖുർആൻ ഓതിയിട്ട് എത്ര ദിവസമായി? നമ്മൾ ആ ഖുർആനിന്റെ പൂർത്തീകരണവും പാരായണവും നമ്മുടെ ജീവിതത്തിൽ വല്ലപ്പോഴും മാത്രമായി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാം ജീവിതം അവസാനിച്ചു പോകുന്ന അടുത്ത നിമിഷം ഞാനിവിടെ ഉണ്ടാകുമോ എന്നറിയാത്ത തരത്തിലും ഹൃദയത്തോട് ചേർത്ത് വെച്ച ആളുകൾ, അവരും നമ്മളും നാളെ മഹ്ശറയിൽ വരുമ്പോ, അല്ലാഹുവിന്റെ മുന്നിലെത്തുമ്പോ നമുക്ക് പറയാൻ എന്തുണ്ടെന്ന ചിന്ത ഹൃദയത്തിൽ വേണം. അല്ലാഹുവിനോട് നമുക്ക് എന്തു പറയാൻ പറ്റുമെന്ന ആലോചന വേണം. ഖുർആൻ ഓതിക്കോ. എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്യാൻ അത് മതിയാകുന്നതാണ്. അല്ലാഹുവിന്റെ കലാമിനെ ഹൃദയമായി സ്വീകരിച്ചോ, ചേർത്തു പിടിച്ചോ. ആ ഖുർആൻ അതിന്റെ മഹിമ പറഞ്ഞാൽ തീരുന്നതല്ലല്ലോ. ഹാഫിളുകളുള്ള മജ്ലിസാണല്ലോ മൊയ്നിയയിൽ. അതാ ജാമിഅ മർക്കസ് മൊയ്നിയയിൽ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹാഫിളുകളുണ്ടല്ലോ. അവര് പഠിച്ചുകൊണ്ടിരിക്കുന്ന വേദം എല്ലാ കാലത്തേക്കുമുള്ള വേദം, ഒരു തിരുത്തലുമില്ലാത്ത വേദം, നമ്മുടെ ഇസ്സത്തായ വേദം. അതിനെ മുറുകെ പിടിച്ച മുൻഗാമികളാ നമുക്കുള്ളത്. അതിനെ പരാജയപ്പെടുത്താൻ ആഗ്രഹിച്ചവരൊന്നും ചരിത്രത്തിൽ ബാക്കിയുണ്ടായില്ല. ഒരാളും ചരിത്രത്തിൽ ബാക്കിയായില്ല. ഖുർആൻ നമ്മുടെ വേദമാണെന്ന ചിന്ത വേണം, നമ്മുടെ ഇമാമാണെന്ന ഓർമ്മ വേണം. ഇപ്പോഴേ പാരായണം തുടങ്ങിയാലേ റമളാൻ ആകുമ്പോഴേക്ക് ബുദ്ധിമുട്ടില്ലാതെ പ്രയാസമില്ലാതെ പാരായണം ചെയ്യാൻ കഴിയൂ. മുഅ്മിനീങ്ങളെ, ഖാജാ തങ്ങൾ മഹാനരായ മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ കണ്ടുമുട്ടിയ നേരങ്ങളുണ്ട്. അവരുടെ ഇടയിലുള്ള ആത്മബന്ധത്തിന്റെ നേരങ്ങളുണ്ട്. 50-ലധികം ദിവസങ്ങൾ ഒന്നിച്ചു ജീവിച്ച സമയങ്ങളുണ്ട്. അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ ഇടയിലുള്ള ജീവിതം എങ്ങനെയാണ്? ഖാജാ തങ്ങൾ മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ അംഗീകരിക്കുകയാണ്. മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ ഖാജാ തങ്ങളെ സ്നേഹിക്കുകയാണ്. അതേ 100-ലേറെ വർഷം അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി സകലതും സമർപ്പിച്ച് ഈ രാജ്യത്തിന്റെ സുൽത്താനായി വന്നു ചേർന്ന ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾ വിട പറയുമ്പോഴോ, പരിശുദ്ധമായ റമദാൻ, പരിശുദ്ധമായ റജബ് മാസത്തിലല്ലയോ എന്റെ സദസ്സിലാണുങ്ങളൊന്ന് എഴുന്നേറ്റു നിൽക്കുമോ? ഞാൻ അവസാനിപ്പിക്കുകയാണ്.
ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളുടെ അവസാന സമയങ്ങൾ പരിശുദ്ധമായ റജബ്, ആ റജബ് മാസത്തിൽ അവിടുന്ന് വിട പറയുമ്പോ സാധാരണ കൂടെ എപ്പോഴും ആളുകളുണ്ടാവും. എന്നാൽ അല്ലാഹുവിലേക്ക് മടങ്ങുന്ന രാത്രിയിൽ അവര് പ്രവേശിച്ച ഇടത്തേക്കാരെയും കടത്തിവിട്ടില്ല. ആരോടും അങ്ങോട്ട് കടന്നു വരണ്ടെന്ന് പറഞ്ഞ് പാതിരാവ് മുഴുവനും അല്ലാഹുവിന് സമർപ്പിച്ച അവസാനം അവിടുന്ന് ലോകത്തോട് വിട പറഞ്ഞു കിടക്കുന്ന രംഗം മഹാന്മാരായ മുൻഗാമികളെ രേഖപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട അഹ്മദ് കോയ ശാലിയാത്തി തങ്ങളെ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ അവിടുത്തെ മനാഖിബുകളെ രേഖപ്പെടുത്തിയ മഹാന്മാർ അവർ രേഖപ്പെടുത്തുകയാണ്. അതാ ഖാജാ തങ്ങളുടെ ജനാസ കാണുമ്പോ അവിടുത്തെ നെറ്റിത്തടത്തിൽ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു, ഹാദാ ഹബീബുല്ലാഹ് മാത ഫീ ഹുബ്ബില്ലാഹ്, ഹാദാ ഹബീബുല്ലാഹ് മാത ഫീ ഹുബ്ബില്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബിദാ റബ്ബിന്റെ തൃപ്തിയിലായി വിട പറഞ്ഞിരിക്കുന്നു എന്ന് അവിടുത്തെ നെറ്റിത്തടത്തിൽ രേഖപ്പെടുത്തി വച്ചിരുന്നു. ആ രാത്രിയുണ്ടല്ലോ, റജബ് മാസത്തിലെ രാത്രിയിൽ അവിടുന്ന് വിട പറയുന്ന ആ ദിവസം ആ നാട്ടിൽ ജീവിച്ചിരുന്ന മഹാരഥന്മാരായ ഔലിയാക്കളെല്ലാം കിനാവ് കാണുകയാണ്. ആരെയാണ് കാണുന്നതെന്നറിയോ? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. ഹബീബായ നബി തങ്ങളെ ആ നാട്ടിൽ ജീവിച്ചിരുന്ന സാലിഹീങ്ങൾ കാണുകയാണ്. ഹബീബായ തങ്ങളെ പലരും സ്വപ്നത്തിൽ കണ്ട രാത്രിയാണ് ഖാജാ തങ്ങൾ വിട പറഞ്ഞ രാത്രി. ഔലിയാക്കളിൽ പലരും നബി തങ്ങളോട് ചോദിച്ചു അത്രേ, യാ റസൂലല്ലാഹ്, ഈ പാതിരാവിൽ ആരെയോ കാത്തു നിൽക്കുന്നത് പോലെ അങ്ങ് നിൽക്കുന്നുണ്ടല്ലോ നബിയേ, ആരെയാണ് പ്രതീക്ഷിക്കുന്നത് നബിയേ? ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ വഫാത്തായ ദിവസം ഇതുപോലെ ഒരു സംഭവം ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. ആ രാത്രിയിൽ നബി തങ്ങളും സ്വഹാബത്തും ആരുടെയോ വരവ് കാത്തു നിന്നതുപോലെ നിന്നു. അന്ന് കണ്ട ആളുകൾ ചോദിച്ചു, നബിയെ നിങ്ങൾ ആരെ കാത്തു നിൽക്കുന്നു തങ്ങളെ? മറുപടി വന്നു, ഇമാം ബുഖാരി തങ്ങൾ എന്ന ഹദീസുകൾക്ക് കാവലിരുന്ന മഹാനുഭാവന്റെ റൂഹ് കാത്തു നിൽക്കുകയാണ്. അതുപോലെ ഖാജാ തങ്ങൾ വഫാത്തായ രാത്രിയിലെ റസൂലുള്ളാഹിനെ കണ്ടവരോട് ആ നേരത്ത് ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി വന്നു, ഞാൻ മൊയ്നുദ്ദീനെ സ്വീകരിക്കാൻ നിൽക്കുകയാണ്, ഞാൻ ഖാജാ തങ്ങളെ സ്വീകരിക്കാൻ നിൽക്കുകയാണ്. അവിടുന്ന് വിട പറയുകയാണ്, അവിടുത്തെ സ്വീകരിക്കാനുള്ള നൃത്തമാണ്. മുസ്തഫായ നബി തങ്ങൾ കാത്തു നിന്നു, ഖാജാ തങ്ങളുടെ റൂഹ് കാത്തു നിന്നു. അവിടുന്ന് രാജ്യത്തേക്ക് പറഞ്ഞയച്ചു പ്രബോധനം ചെയ്ത് അല്ലാഹുവിന്റെ ദീന് വിതറിയ മകൻ തിരിച്ചു വരുന്നതും കാത്ത് വല്യുപ്പയായ സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാത്തുനിന്ന സംഭവം മഹാന്മാരായ മുൻഗാമികളെ രേഖപ്പെടുത്തുകയാണ്. നമുക്കും മടങ്ങേണ്ടത് അങ്ങനെയാണ്. നമ്മെ ഏൽപ്പിച്ച ദൗത്യമൊക്കെ പൂർത്തീകരിച്ച് നമ്മുടെ റൂഹ് ഏറ്റുവാകാൻ മുസ്തഫായ നബി തങ്ങൾ കാത്തു നിൽക്കുന്ന ഒരു രൂപത്തിലാണ് മടങ്ങേണ്ടത്. അതിനാണ് നമ്മുടെ പരിശ്രമങ്ങളെല്ലാം,
അതിലാണ് ജാമിഅ മുഈനിയയും നഈമിയയും നമ്മുടെ സ്ഥാപന സമുച്ചയങ്ങളും ഉസ്താദുമാരും അവരുടെ ജീവിതം തന്നെ മറന്നുള്ള ഓട്ടങ്ങളുമെല്ലാം താള റബ്ബിലേക്ക് മടങ്ങുന്ന ദിവസം എന്നെ എൻ്റെ ഹബീബായ തങ്ങൾ കാത്തു നിൽക്കണം. ഖാജാ തങ്ങളെ കാത്തു നിന്നതുപോലെ എന്റെ കാത്തുനിന്ന് സ്വീകരിക്കുന്നൊരു സാഹചര്യം വരണം. അവിടുത്തെ എന്റെ പൊരുത്തം പെടണം. അവിടുത്തെ ദീനിനെ കൊണ്ട് ഉപകാരം കിട്ടണം. അങ്ങനെ ഒരു ചിന്ത നമ്മുടെ കൽബിൽ വേണം. അങ്ങനെ ഒരാഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ വരണം. അല്ലാഹുവിന്റെ ഹബീബ് സ്വീകരിക്കുന്നവരായി നമ്മളൊക്കെയും മാറണം. അതിനു പറ്റിയവരായി അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. നമ്മളാരും വലിയ അമലുള്ളവരല്ല, ഇൽമുള്ളവരല്ല. സാധുവായ ഞാൻ ഇൽമുള്ളയാളല്ല. എന്നെക്കാൾ വലിയ അലിമീങ്ങളാണ് എൻ്റെ പിന്നിലുള്ളതെല്ലാം. ഉസ്താദുമാരുടെ പൊരുത്തം കൊണ്ട് മാതാപിതാക്കളുടെ ദുആ കൊണ്ട് വഅദ് പറയുന്നു എന്നല്ലാതെ എന്നിലൊരു ഗുണവും ഇല്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ജീവിതകാലം അല്ലാഹുവിന്റെ ദീനിനെ സമർപ്പിച്ച് നമ്മെ കൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങുന്ന ദിവസം നന്നായി. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയാ. അല്ലാഹുവേ, ഖാജാ തങ്ങളെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് അതിന് നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. ഞങ്ങൾ അവിടുത്തെ മദ്ഹ് പറഞ്ഞവരാണ്. ഖാജാ തങ്ങളെ മദ്ഹ് പറഞ്ഞ മജ്ലിസ് ഇജാബത്തുള്ള മജ്ലിസാണ്. ശാഫിഈ ഇമാം തങ്ങളെ മദ്ഹ് പറഞ്ഞ മജ്ലിസാണ്. റബ്ബേ, ഞങ്ങൾ മഹാരഥന്മാരായ മുൻഗാമികളെ പറഞ്ഞവരാണ്. ഉസ്മാനുൽ ഹാറൂനി തങ്ങളെ പറഞ്ഞ മജ്ലിസാണ്. അല്ലാഹ് തവസ്സുൽ ബൈത്ത് ചൊല്ലിയ മജ്ലിസാണ്. ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഒന്നാമതും രണ്ടാമതും മൂന്നാമതും ഞങ്ങളുടെ ഈമാനിന് നീ ഖുവ്വത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ നീ ദീനിൽ അടിയുറച്ചു നിർത്തി തരണേ അല്ലാഹ്. ഞങ്ങളെ നീ റബ്ബേ ദീനിന്റെ എല്ലാ വിഷയങ്ങളിലും അല്ലാഹുവേ നിനക്ക് മർളിയായവരാക്കണേ അല്ലാഹ്. ഒരുപാട് മഹത്തുക്കൾ വേദിയിലുണ്ട് അല്ലാഹുവേ. ബഹുമാനപ്പെട്ട മുജീബ് ഉസ്താദിനെ പോലെ, മൻസൂർ ഉസ്താദിനെ പോലെ അവരുടെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് ഉത്തരേന്ത്യയുടെ ഗ്രാമങ്ങളിൽ ചെന്ന് കിടക്കാൻ നല്ലൊരു സ്ഥലമില്ലാതെ, വിശ്രമിക്കാൻ നല്ലൊരു സാഹചര്യമില്ലാത്ത അവസ്ഥയിൽ അജ്മീറിൽ ചെന്ന് ഖാജാ തങ്ങളോടുള്ള മഹബ്ബത്ത് കൊണ്ടൊരു സംവിധാനം പടുത്തുയർത്തി അതിന് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ മഹത്തുക്കളായ ഉസ്താദുമാർ റബ്ബേ അവരുടെ സഅയ് സ്വീകരിക്കണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട നഈമി ഉസ്താദ് അവர்கள் അല്ലാഹുവേ, ഈ നാട്ടിൽ നിന്ന് വഅദ് പറയുമ്പോൾ ഞങ്ങൾ ചെറുപ്പത്തിലെ വഅദ് കേട്ട് ശീലിച്ച ബഹുമാനപ്പെട്ട ലത്തീഫ് സഅദി ഉസ്താദ് അവர்கள் റബ്ബേ അവരെല്ലാം നിന്റെ റിളയിലായി കൂട്ടണേ അല്ലാഹ്. ഞങ്ങളെല്ലാം നിന്റെ റിളയിലായി ചേർക്കണേ അല്ലാഹ്. ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ കബൂലാക്കണേ അല്ലാഹ്. ബിഹഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്ത് പിരിയുകയാണ്. അൽഹംദുലില്ലാ, ജാമിഅ മുഈനിയ മഹാനരായ ഖാജാ തങ്ങളെ ഉറൂസുമായി ബന്ധപ്പെട്ട എല്ലാ വർഷവും അജ്മീറിൽ വലിയ മജ്ലിസ് നടക്കാറുണ്ട്. അതോടൊപ്പം കേരളത്തിൽ പല സ്ഥലങ്ങളിലും കഴിഞ്ഞ കൊല്ലം ചെമ്മാട് വലിയ മജ്ലിസ് സംഘടിപ്പിച്ചു. ഇത്തവണ അൽഹംദുലില്ലാ നമ്മുടെ നാട്ടിലാണ്. അല്ലാഹു നമ്മുടെ നാട്ടിന് അനുഗ്രഹമായി മജ്ലിസ് മാറ്റി തരുമാറാകട്ടെ.